പറ്റുമോ എന്നല്ല, അത് പറയൽ സുന്നത്താണ്. പക്ഷെ അതൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. ഫാത്തിഹാന്റെ യദയിലാണെങ്കിൽ ഫാത്തിഹാന്റെ മുവാലാത്ത് നഷ്ടപ്പെടും. മുവാലാത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, തുടർച്ചയായി ചെയ്യാം. അപ്പോൾ ഒരാളിങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം തുമ്മിയാൽ ഓൻ അൽഹംദുലില്ലാ പറയാം, അൽഹംദുലില്ലാഹ്, അതൊന്നും നിസ്കാരം ബാത്തിലാവില്ല. പക്ഷെ എന്താ ഉള്ളത്? ഫാത്തിഹാന്റെ യദയിൽ നിസ്കാരവുമായി ബന്ധമില്ലാത്ത ഒരു ദിക്റിനെ കൊണ്ടുവന്നാൽ ഫാത്തിഹ തുടർച്ചയായി ഓതുക എന്നുള്ളത് നിർബന്ധമാണ്. അതായത് നമ്മളിപ്പോ അർറഹ്മാനോ റഹീം ഓതിയിട്ട് കുറെ നേരം ഇങ്ങനെ മുണ്ടാതെന്ന്, അല്ലെങ്കിൽ എന്തോ ആലോചിച്ചിങ്ങനെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, പിന്നെ മാലിക് യൗമിദ്ദീൻ പറഞ്ഞാൽ അവിടെ ഫാത്തിഹാന്റെ മുവാലാത്ത് നഷ്ടപ്പെടാൻ പാടില്ല. ഫാത്തിഹ തുടർച്ചയായി ഓതൽ നിർബന്ധമാണ്. അല്ല ഉസ്താദ് വന്നോ? അപ്പൊ അതുകൊണ്ട് ഉസ്താദ് വന്നെങ്കിൽ റൈസാൻ ചെയ്യാൻ പറയും, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കാം. അപ്പൊ ഫാത്തിഹാന്റെ ഇടയിൽ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും? ഫാത്തിഹാന്റെ തുടർച്ചയായി ഓതുക അഥവാ മുവാലാത്ത് നഷ്ടപ്പെടും. മുവാലാത്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫാത്തിഹാന്റെ സിഹത്തിനെ ഉസ്താദ് വന്നെങ്കിൽ കൈപോക്കാൻ പറയും. ഉസ്താദിന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ കൈപോക്കിക്കോലി. അപ്പൊ അതുകൊണ്ട് ഫാത്തിഹ സുന്നത്താണ്. ഫാത്തിഹാന്റെ ഇടയിലാകുമ്പോ ഫാത്തിഹ മടക്കി ഓതേണ്ടി വരും. പക്ഷെ അവിടെ തന്നെ മടക്കി ഓതിയാൽ പോലെ അത് മതി, അത്രേ ആവശ്യമുള്ളൂ. ബാക്കിയൊന്നും ഓതാൻ പറ്റില്ല. അപ്പൊ നമ്മള് മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞു, തുമ്മിയ ഉടനെ അൽഹംദുലില്ലാ പറഞ്ഞാൽ ഇനി ആദിക്കന്ന് നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല, അത് സുന്നത്വമാണ്, അങ്ങനെ പറയല് സുന്നത്വമാണ്. എന്ത് ചെയ്യണം? ഫാത്തിഹ ബിസ്മില്ലാഹ് വീണ്ടും ആദിക്കന്ന് ഓതൽ നിർബന്ധമാണ്. മാലിക് യൗമിദ്ദീൻ പറഞ്ഞു, അൽഹംദുലില്ലാ പറഞ്ഞു, ഇനി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അത് പറ്റൂല. യർഹമുക്കല്ലാഹ് പറയാൻ പറ്റൂല. ഒരാള് നിസ്കാരത്തിൽ ഒരാൾ തുമ്മി, അപ്പൊ വേറെ നിസ്കരിക്കുന്ന ഒരാൾ എന്ത് ചെയ്തു? യർഹമുക്കല്ലാഹ് എന്ന് പറയാ. അല്ലെങ്കിൽ നിസ്കാരം അല്ലാത്ത ഒരുത്തൻ തുമ്മി ഇപ്പോ അൽഹംദുലില്ലാ പറഞ്ഞാൽ യർഹമുക്കല്ലാഹ് പറയൽ സുന്നത്താൽ അത് പാടില്ല. കാരണം അവിടെ അതിന്റെ അർത്ഥം എന്താ? അല്ലാഹു തആല നിനക്കു റഹ്മത്ത് ചെയ്യട്ടെ എന്നാണ്. നിസ്കാരത്തില് അള്ളാഹുവിനോടും റസൂലുള്ള അല്ലാത്തവരോടും അഭിമുഖമായി സംസാരിക്കാൻ പാടില്ല. സംസാരിച്ച നിസ്കാരം ബാത്തിലാവും. അള്ളാഹുവിനോട് പറ്റും ഇല്ല, മനസ്സിലൊന്നും കരുതാനില്ല. അപ്പൊ ആദ്യം നമ്മൾ നാത്തപ്പ സുബ്ഹാനല്ലാഹ് ഇന്തിക്കാലാത്തിന്റെ തക്ബീരിൽ അള്ളാഹു അക്ബർ പറയുമ്പോ ആ ഒരു പ്രശ്നം അതല്ല. ഞാനത് നിസ്കാരത്തിൽ തുമ്പുമ്പോഴല്ല അൽഹംദുലില്ലാ അങ്ങനെ മനസ്സിൽ പ്രത്യേകിച്ച് ഒന്നും കരുതാനില്ല, ഒരു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നിസ്കാരത്തിന് അള്ളാഹുവിനോടും റസൂലുള്ള അല്ലാത്തവരോടും അഭിമുഖമായി സംഭാഷണം നടത്താൻ പാടില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അത് അള്ളാഹുവിനോടുള്ള അഭിമുഖമാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു റസൂലുള്ളാഹിനോടുള്ള അഭിമുഖമാണ്. അള്ളാഹുവിനോടും റസൂലുള്ള അല്ലാത്തവരോടും അപ്പൊ യർഹമക്കല്ലാഹ് അള്ളാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ, തശ്മീത്ത് എന്നാണ് അതിന് പറയാ. അപ്പൊ തശ്മീത്ത് പാടില്ല. എന്തു പറ്റും? ഹംദ് പറ്റും. പിന്നെ അവിടെ തന്നെ ഒരു ചർച്ച വേറെ കിടക്കുന്നുണ്ട്. യർഹമുഹുല്ലാ എന്ന് പറയാം. അഭിമുഖ സംഭാഷണം കൂടാതെ യർഹമുഹുല്ല അള്ളാഹു അവനു റഹ്മത്ത് ചെയ്യട്ടെ ഇത് വേറെ കോലം. യർഹമക്കല്ല റഹിമക്കല്ല പോലത്തെ അഭിമുഖം നടത്താൻ പാടുള്ളതല്ല. എന്റെ ഉസ്താദ് വന്നു, പിന്നെ വയസ്സായിട്ടൊന്നും കണ്ടില്ല. അങ്ങനെതാണ് അതിന്റെ ഉത്തരം. പിന്നെ അവർത്തനക്ക് ഇഞ്ഞ് സലാം അടക്കാമോ? അങ്ങനൊക്കെ ഒരു മസല. പിന്നെ ആ മസലും പാത പറയാം. സലാം നിസ്കാരത്തിൽ ഒരാൾ സലാം പറഞ്ഞാൽ അതിന്റെ മസല എന്താ? നമ്മള് റദിക്ക് സലാം അടക്ക അതിന്റെ യഥാർത്ഥ മസല എന്ത്? കൈ കൊണ്ട് ഇഷാറത്താക്ക. നമ്മളിങ്ങനെ നിസ്കരിക്കുമ്പോ ഒരാൾ വന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാല് കൈ കൊണ്ടോ തല കൊണ്ടോ ഇഷാറത്താക്കുക. നമ്മൾ സാധാരണല്ലോ എന്റെ സലാം ഞാൻ കേട്ടു, ഞാനത് സ്വീകരിച്ചു എന്നതിലേക്കൊരു സൂചനയായിട്ട് കയ്യേറ്റ് നിസ്കാരം ബാത്തിലാവാത്ത രൂപത്തില് കൈ കൊണ്ടോ തല കൊണ്ടോ ഇഷാറത്താക്കിയിട്ട് ആ സലാം മടക്കുക. വായ കൊണ്ടല്ല. വലൈക്കും അസ്സലാം എന്ന് വായ കൊണ്ട് സലാം മടക്കാൻ പറ്റൂല. നിസ്കാരം മനഃപൂർവ്വമാണെങ്കിൽ നിസ്കാരം അവിടെ ബാത്തിലാകും. ഇന്നത്തെ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം എന്താക്കുക?
വഅലൈക്കുമുസ്സലാം എന്ന് പറയൽ സുന്നത്താണ്, നിർബന്ധമില്ല. അതൊരു മസലുണ്ട്. നിസ്കരിക്കുന്ന ഒരാളോട് അല്ലാത്ത ഒരാൾ സലാം പറഞ്ഞാൽ കയ്യുകൊണ്ടോ തല കൊണ്ടോ ആംഗ്യം കാണിച്ച് സലാം അടക്കേണ്ടതാകുന്നു. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞാൽ ലഫ്ള് കൊണ്ട് വഅലൈക്കുമുസ്സലാം എന്ന് സലാം അടക്കൽ സുന്നത്താണ്. അപ്പൊ നിങ്ങൾക്ക് അവരൊരു ഇഷ്കാല്, അല്ല ഉസ്താദെ സലാം പറഞ്ഞാലും മടക്കല് നിർബന്ധല്ലേ? ഇപ്പൊ ഒരാൾ ഇങ്ങനത്തെ സലാം പറഞ്ഞു, നേരിട്ട് സലാം പറയല് സുന്നത്ത്, അത് മടക്കല് നിർബന്ധം. പക്ഷെ നിസ്കരിക്കുന്ന ഒരാളോട് സലാം പറഞ്ഞാൽ ആ നിസ്കരിക്കുന്ന ആള് കയ്യുകൊണ്ടോ തല കൊണ്ടോ ആംഗ്യം കാണിച്ച് സലാം മടക്കി നിസ്കാരം കഴിഞ്ഞാൽ എന്ത് ചെയ്യാ? മനസ്സിൽ കരുതാമോ? മനസ്സിൽ കരുതിയ സലാം പറഞ്ഞതിനൊരു വില കൽപ്പിക്കലായില്ലല്ലോ. മനസ്സിൽ ഒരാൾ കരുതിയാൽ മനസ്സിൽ ഒരാൾ കരുതിയാൽ അവന് എന്താണ് ഓന് എന്തപ്പോ ഞാനൊരു സലാം പറഞ്ഞിട്ടുന്നില്ല. അപ്പൊ കയ്യുകൊണ്ടോ, ഫിഖിന്റെ കിതാബിൽ പറയുന്നത് മനസ്സിൽ കരുതാനല്ല, കയ്യുകൊണ്ടോ തല കൊണ്ടോ ഇഷാറത്താക്കുക. നിസ്കാരം കഴിഞ്ഞാൽ ആ സലാം മടക്കൽ നിർബന്ധമില്ല, സുന്നത്തേ ഉള്ളൂ. അപ്പോഴാണ് ഇഷ്കാല് വരും. അവിടെ സലാം പറയൽ സുന്നത്താണെങ്കിലും മടക്കൽ നിർബന്ധല്ലേ? പക്ഷെ ഇവിടെ മടക്കൽ നിസ്കാരം കഴിഞ്ഞാൽ നിസ്കരിക്കുന്നവനോട് പറഞ്ഞ സലാം നിസ്കാരം കഴിഞ്ഞാലും മടക്കല് സുന്നത്തുള്ളൂ എന്ന് പറയാൻ കാരണം എന്താ? നിസ്കരിക്കുന്നവനോട് സലാം പറയൽ സുന്നത്തില്ല. നിസ്കരിക്കുന്നവനോട് സലാം പറയൽ സുന്നത്തില്ല. അപ്പൊ അതുകൊണ്ട് നിസ്കരിക്കുന്നവന് നിസ്കാരം കഴിഞ്ഞാൽ അത് മടക്കൽ നിർബന്ധവുമില്ല. സലാം പറയൽ സുന്നത്താവുന്ന കോലത്തിൽ അത് മടക്കൽ നിർബന്ധമാവും. മനസ്സിലായോ? കോത്തുവായിത്താലാണ്. കോത്തുവായിത്തപ്പോ എന്താ അതിനുള്ളത് ചെയ്യാം. പക്ഷെ കോത്തുവായിതൊക്കെ അതൊരു മസാല കിട്ടോ. നിസ്കാരം ബാത്തിലാവുന്ന രൂപത്തിൽ പലപ്പോഴും കോത്തുവായിതാറുണ്ട്. നമ്മൾ ഈ ഏതായാലും ആ ഒരു വിഷയം പറഞ്ഞപ്പോ ഈ ചില കാരണവന്മാരൊക്കെയും കാണാൻ ഫാത്തിഹ ഓതുന്നതിന്റെ ഇടയിൽ, അതുപോലെ തന്നെ അത്തഹിയ്യാത്തൊക്കെ ഓതുന്നതിന്റെ ഇടയിൽ ഒരു കോത്തുവായിടും. എന്നിട്ട് എന്ത് ചെയ്യും? അതോടുകൂടെ അങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം എന്നോല് ഓതുന്നുണ്ടാവും. അതോടുകൂടെ കോത്തുവായിടുന്നുണ്ടാവും. കോത്തുവായിട് അവിടെ തന്നെ വേറൊരു മസലുണ്ട്. എന്താ മസല? കോഴി കോത്തുവായിട്ട മാതിരിക്കല്ല. കോഴി കോത്തുവായിട്ട മാതിരിക്കത്തെ ഒരു ശബ്ദം ആരും കേൾക്കൂല. നമ്മളെ ജയശങ്കർ പറഞ്ഞ മാതിരി കോഴി കോത്തുവായിട്ട മാതിരിക്കുള്ളതല്ല. സാധാരണ കോത്തുവായിടുമ്പോ അർത്ഥമുള്ളതായ ഒരു അക്ഷരമോ അർത്ഥമുള്ളതായ ഒരു അക്ഷരമോ അർത്ഥമില്ലാത്തതായ രണ്ടക്ഷരമോ വെളിവായാൽ നിസ്കാരം ബാത്തിലാവും. ചില ആളുകളൊക്കെ കാണുന്ന നിസ്കാരത്തിൽ കരണ്ടൊക്കെ അത് പോയിട്ട് ഫാനൊക്കെ അത് ഓഫായ എന്താ ഊത്ത് നെഞ്ചത്തേക്ക്, കുഴപ്പമൊന്നുമില്ല, നിസ്കാരം പേരയിൽ എത്തിയിട്ടുണ്ടാവും. അപ്പൊ ഊതുക, ചിരിക്കുക, കോത്തുവായി ഇടുക, ഇതുകൊണ്ടൊക്കെ രണ്ടക്ഷരം വെളിവായാൽ അർത്ഥമുള്ളതായ ഒരക്ഷരമോ അർത്ഥമില്ലാത്ത രണ്ടക്ഷരമോ വെളിവായാൽ നിസ്കാരം അത് ബാത്തിലാവും. എത്രയോ കാരണവന്മാര്, അതിപ്പോ ചെറുപ്പക്കാർക്ക് അങ്ങനെ സംഭവിക്കാറില്ല. കാരണവന്മാര് ഫാത്തിഹങ്ങൾ ഓതുന്നുണ്ടാവും, അതിന്റെ ഇടയിൽ കോത്തുവായി ഇടുന്നുണ്ടാവും. ഇനി കൂട്ടത്തിൽ ഒന്നും കൂടി അവരെ ഞാൻ പറയട്ടെ. സാധാരണ നമ്മൾ ഈ മരിച്ചേടത്തൊക്കെ യാസീൻ ഓതി ദ്വാക്കുമ്പോ, അല്ലെങ്കിൽ ഏതെങ്കിലൊക്കെ മൗലിദിന്റെ സദസ്സിലൊക്കെ യാസീൻ ഓതി ദ്വാക്കുമ്പോ പലവരും കാണാം അങ്ങനെ കോത്തുവായിട്ടിട്ട് ഇങ്ങനെ യാസീൻ ഓതുന്നുണ്ടാവും. അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നൊക്കെ ഇങ്ങനെ ചെല്ലുന്ന ദിക്റ് ചെല്ലുന്നതിന്റെ ഇടയിൽ കോത്തുവായിടും. ആ കോത്തുവായുടെ ഇടയിലോല് അത് ചെല്ലുന്നുണ്ടാവും, എണ്ണം പുരിക്കുന്നുണ്ടാവും. ഇതൊന്നും ആഖിറത്തേക്ക് കാര്യം കിട്ടൂല. നമ്മൾ കോത്തുവായിടാണെങ്കിൽ പരമാവധി എന്താക്കുക? കയ്യ് വായത്ത് വെച്ച് ആ കോത്തുവായി ഒഴിവാക്കാൻ ശ്രമിക്കുക. അല്ല ഒരു കാരണവശാലും ഒഴിവാകുന്നില്ലെങ്കിൽ ആ സമയത്ത് ഓത്ത് നിർത്തി അത് ചെയ്യേണ്ടതാവുന്നു. ഏതായിരുന്നാലും അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. പല പ്രായമായ സഹോദര സഹോദരിമാരൊന്നും ശ്രദ്ധിക്കാത്ത പല മസ്അലകളുമാണ്. മസ്അലകളാണ് ഈ കോത്തുവായിന്റെ ഒക്കെ മസ്അലകൾ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. ഏതായിരുന്നാലും ഇവിടെ അതൊക്കെ പൊത്ത കോത്തുവായിട്ടാല് കൈ കൊണ്ട് വായ പൊത്താമോ അതുകൊണ്ടൊന്നും നിസ്കാരം ബാത്തിലാവൂല. നമ്മൾ ഒരിക്കലും കോത്തുവായി നിൽക്കണില്ല. കോത്തുവായ എന്നുള്ളത് തന്നെ അത് ഇബ്ലീസിന്റെ ഭാഗമാണ്. കാരണം അതുകൊണ്ടാണല്ലോ, അതായത് ശൈത്താൻ അകത്തേക്ക് കടക്കാനുള്ള ശ്രമം
ഉണ്ടാക്കുകയാണ്. ശൈത്താൻ അകത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമം അവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ഒരു ദിക്റിന്റെ മജ്ലിസിൽ അല്ലെങ്കിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ ഒരു ഹൈറായ മജ്ലിസിലൊക്കെ ഇരിക്കുമ്പോഴാണല്ലോ ഈ കോട്ടുവായിടുക, അല്ലേ? പന്ത് കളി കാണുമ്പോഴോ അല്ലെങ്കിൽ ടച്ച് സ്ക്രീൻ മൊബൈൽ കളിക്കുമ്പോഴൊന്നും നമുക്ക് എന്താകുന്നില്ല ഈ കോട്ടുവായിടുന്നില്ല. പക്ഷെ ദിക്റെല്ലാം കുത്തിറക്കുക, ഖുർആനെല്ലാം കുത്തിറക്കുക, മൗലിദിന്റെ സദസ്സിലിരിക്കുക പോലത്തെ സന്ദർഭങ്ങളിലൊക്കെയാണ് പലപ്പോഴും ഇത് വരാറുള്ളത്. അത് എന്തിന്റെ അടയാളാണ്? ഇബ്ലീസിന്റെ ഭാഗത്ത് നിന്ന് ഇവൻ നമ്മെ ഒരു അശ്രദ്ധവാനാക്കാനുള്ള ഒരു ശ്രമമാണ്. അതുകൊണ്ട് തന്നെ കോത്തുവായിടുമ്പോ ഇടത്തെ കൈ വായന്റെ ഭാഗത്ത് വെച്ച് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ഷൈത്താന്റെ കാവലിനെ തൊട്ട്, ഷൈത്താന്റെ ഷർറിനെ തൊട്ട് അള്ളാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു പോലത്തെ ഇസ്തിയാദത്ത്, ഷൈത്താന്റെ ഷർറിനെ തൊട്ട് കാവലിനെ ചോദിക്കലൊക്കെയും സുന്നത്താവാനുള്ള കാരണം അതാണ്. ഏതായിരുന്നാലും ഇവിടെ തിലാവത്തിന്റെ സുജൂദുമായി ബന്ധപ്പെട്ട് കുറെ ഇഷ്കാലുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അത് ആ 10 ഷർത്തുകൾ പറയുമ്പോ ഏകദേശം ഈ ഇഷ്കാലുകൾക്കൊക്കെ മറുപടിയാകും. ഇൻഷാ അല്ലാഹ് അബുവാസിം ഉസ്താദ് എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ കുറച്ചു സമയം നമുക്ക് മൈക്കയിൽ തുടരാം ഇൻഷാ അല്ലാഹ്. അതിന്റെ ബാക്കി ഇനി മറ്റു സമയങ്ങളിൽ പറയുകയും ചെയ്യാം. അപ്പൊ 10 ഷർത്താണ് തിലാവത്തിന്റെ സുജൂദിനുള്ള ഷർത്ത്. 10 ഷർത്താണ്. അതിൽ 5 ഷർത്ത് ഏതു തന്നെയാണ്? നിസ്കാരത്തിന്റെ 5 ഷർത്ത്. നിസ്കാരത്തിന് എന്തെല്ലാം ഷർത്തുകളുണ്ടോ ആ ഷർത്തുകളൊക്കെയും തിലാവത്തിന്റെ സുജൂദിനും വേണം. അപ്പൊ ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകുക, സുജൂദ് ചെയ്യുന്നവന്റെ ശരീരം, വസ്ത്രം, അതുപോലെ തന്നെ സ്ഥലം, നജസിനെ തൊട്ട് ശുദ്ധിയാകുക, ഔറത്ത് മറക്കുക. പുരുഷനാണെങ്കിൽ പുരുഷ നിസ്കാരത്തിൽ മറക്കേണ്ട ഔറത്തേതോ ഔറത്ത് മറക്കണം. സ്ത്രീയാണെങ്കിൽ സ്ത്രീകൾ മറക്കേണ്ട ഭാഗങ്ങൾ എന്തുവേണം? നിസ്കാരത്തിൽ എന്തുവേണം? മറക്കണം. 4-മത്തത് സമയമാകുക. 5-മത്തത് കിബിലക്ക് മുന്നിടുക. ഇതാണല്ലോ നിസ്കാരത്തിന്റെ 5 ഷർത്തുകൾ. ഈ 5 ഷർത്തുകളും ഏതിനും ബാധകാണ്? തിലാവത്തിന്റെ സുജൂദിനും ബാധകാണ്. അപ്പൊ അവിടെ ഒരു ചെറിയ ഇഷ്കാല് സാധാരണക്കാർക്ക് വരും. സമയമാകുക അതെങ്ങനെ? ഇപ്പോ ആ സമയമാവലെങ്ങനെ? ഈ ആയത്ത് ഓതിക്കഴിയല. നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട നിസ്കാരത്തിന്റെ 5 ഷർത്തുകൾ ഏതിനു ബാധകമാണ്? തിലാവത്തിന്റെ സുജൂദിനു ബാധകമാണ്. ആ 5 ഷർത്തുകളിൽപ്പെട്ട ഒരു ഷർത്താകുന്നു എന്ത്? സമയമാകുക. ഈ സമയം ആകുക എന്ന് പറയുമ്പോ ഒരു മസ്അല സാധാരണക്കാരോട് ഞാൻ പറയാൻ, പുതിയ വല്ല ശ്രോതാക്കളും ഉണ്ടായേക്കാം. മുമ്പൊക്കെയും നമ്മൾ ആ മസ്അല വിശദീകരിച്ചിട്ടുമുണ്ട്. നിസ്കാരത്തിന്റെ സമയമാകുക എന്ന് പറയുന്നിടത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോ സമയമായിരിക്കുന്നു എന്ന് ഉറപ്പ് വേണം. പല ആളുകളും കാണാൻ ചില സാധാരണക്കാരും നിസ്കരിക്കാൻ നിൽക്കുമ്പോ ആയിട്ടുണ്ടായേക്കാലം സമയാവാതെ ഏതും നോക്കാൻ സമയൊക്കെ ഇഷ്ടം പോലെ ആയിട്ടുണ്ടാവും. ഓർക്കാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോ സമയമായിരിക്കുന്നു എന്ന് ഉറപ്പില്ല എങ്കിൽ ആ നിസ്കാരം സഹിയല്ല. നിസ്കാരം കഴിഞ്ഞു നോക്കുമ്പോ എന്തായിരിക്കുന്നു? യഥാർത്ഥത്തിൽ സമയമായിട്ടുണ്ട് താനും. എങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ സമയമായിരിക്കുന്നു എന്ന് ഉറപ്പില്ല. നിസ്കാരം കഴിഞ്ഞു വാച്ചിലേക്ക് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ നിസ്കരിച്ച നിസ്കാരത്തിന്റെ സമയം ആയിട്ടുമുണ്ട് എങ്കിൽ ആ നിസ്കാരം സഹിയല്ല. എന്തേ കാരണം? നിസ്കരിക്കാൻ നിൽക്കുമ്പോ സമയമായിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തൽ നിർബന്ധമാണ്. ആയിട്ടുണ്ടായ കാലം എന്നുള്ള ഈ കാലം എന്തല്ലോ അത് വപ്പദത്തിൽ ചേർക്കേണ്ടതാണ്, അല്ലെ? അങ്ങനെ നമ്മൾ ഈ പല അമലുകളിൽ നമുക്ക് ആയിട്ടുണ്ടായ കാലം, അങ്ങനെ തന്നെ കാലം, ഈ ഒരു കാലം ചേർക്കലുണ്ട്. കാലം ചേർക്കൽ വപ്പദത്തിലാണ്. അത് നിസ്കാരത്തിന്റെ മസലയിൽ എന്താവൂല, നടക്കൂല. മനസ്സിലായോ? അവരൊക്കെ നമ്മള് ഗൾഫുകാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നിസ്കാരത്തിന്റെ സമയം പറയുന്നിടത്ത് ജുമുഅക്കുള്ള ബാങ്കിന്റെ മുമ്പ് സുന്നത്ത് നിസ്കരിക്കുന്നത് പോലെ, അതെ, നമ്മുടെ ആ സുഹൃത്ത് അറിയിച്ചതുപോലെ ഗൾഫിലൊക്കെ ഇങ്ങനെ ബാങ്ക് കൊടുക്കും. ളുഹറിന്റെ മുന്നേ ബാങ്ക് കൊടുക്കും. ഷാഫി മദ്ഹബില്
സമയത്തിന്റെ മുന്നേ ബാങ്ക് കൊടുക്കൽ കൽപ്പിച്ചു കൂട്ടിയിട്ടാണെങ്കിൽ ഹറാമാണ്. കൽപ്പിച്ചു കൂട്ടിയിട്ട പേക്കും. ഇപ്പൊ കറക്റ്റ് 5 മണിക്കാണ് ബാങ്ക്. പെട്ടെന്ന് ഉറക്കത്തിന് എഴുന്നേറ്റ് നോക്കുമ്പോ 4 മണിയാണ്. ഓനക്ക് പെട്ടെന്ന് ബാങ്ക് കൊടുത്ത വാച്ചിക്ക് നോക്കിയപ്പോ തോന്നി 5 മണി ആയിക്കണെന്ന്. ഇപ്പൊ ഞാനിവിടെ അടുത്ത് ഒരു സ്ഥലത്തുണ്ടായി. കാരണം എന്നും ഒരു ഹൈന്ദവ സുഹൃത്ത് എന്ത് ചെയ്യാ, പള്ളിയിലെ നമ്മുടെ മുസ്ലിം പള്ളിയിലെ ബാങ്ക് കേട്ടിട്ടാണ് എന്താക്കുക, ഓൻ ചായക്കട തുറക്കാതെ ഉള്ളത്. ആ ബാങ്ക് കേട്ടോൻ ചായക്കട തുറക്കും, ചായയും പുട്ടും എല്ലാം ശരിയാക്കും. ശരിയാക്കുമ്പോഴേക്ക് പള്ളിയിൽ നിന്ന് ജമാഅത്ത് കഴിഞ്ഞ് കാരണവന്മാര് നേരെ ഈ പീടിയേക്ക് വരും. പക്ഷെ ഒരിക്കൽ ബാങ്ക് കേട്ട് ഈ പാവം ഈ അമുസ്ലിം ചായയും കരയ്ക്കും ശരിയാക്കി കുറെ കഴിഞ്ഞിട്ടും സാധാരണ ബാങ്ക് കൊടുത്തു പള്ളിയിലേക്ക് വരേണ്ട സമയമായിട്ടും ചായപ്പുരയിലേക്ക് ആളുകൾ വരേണ്ട സമയമായിട്ടും ആരും കാണാനില്ല. അപ്പൊ എന്താ, 5 മണിക്കായിരുന്നു സുബഹി ബാങ്ക്. പക്ഷെ മുക്കിരി പെട്ടെന്ന് എഴുന്നേറ്റ് വാച്ചിലേക്ക് നോക്കുമ്പോ 4 മണിയാണ്. മുക്കിരിക്ക് തോന്നി 5 മണിയാണ് ബാങ്ക് കൊടുത്തു. അങ്ങനെ ഉണ്ടാവും. ഒരിക്കലും പള്ളിക്ക ബാങ്ക് കൊടുത്തു, നാട്ടേര് ഒന്നായിട്ട് എന്തായി, ചൂടായി. നാട്ടേര് ഒന്നായിട്ട് ചൂടായി. സമയാകുന്നതിന്റെ മുമ്പ് ബാങ്ക്. അങ്ങനെ നോക്കിങ്ങള് സമയായിട്ട് ബാങ്ക് കൊടുത്താൽ പള്ളിയിലേക്ക് വരാത്ത നിസ്കരിക്കാത്ത എത്രയോ മനുഷ്യന്മാരുണ്ട്. സമയം പേച്ച് എങ്ങാനും ബാങ്ക് കൊടുത്താല് അന്ന് വരെ പള്ളിയുടെ അമ്മരം കാണാത്ത എല്ലാവരും പള്ളിക്കുണ്ടാവും. എന്ത് പനിയെ കാത്തി മുല്ലാക്ക, എന്ത് പനിയെ കാത്തിന്ന് ചോദിച്ചാൽ എല്ലാവരും പള്ളിക്കുണ്ടാവും. ഒരിക്കലും മുക്കരിക്ക് ബാങ്ക് കൊടുക്കുമ്പോ സമയം പേച്ച് മുല്ലാക്ക നാത്ത ബാങ്ക് കൊടുത്തു. എല്ലാരും പറഞ്ഞത് വന്നു പള്ളികൾക്ക്. എന്ത് പനിയം, സമയാകുന്നതിന്റെ മുമ്പേ ബാങ്ക് കൊടുക്കുന്നു. മല്ലാക്ക പെട്ടെന്ന് അഥവാ അത് മാറ്റി. എന്നും സമയമായിട്ട് ഞാൻ ബാങ്ക് കൊടുത്തിട്ട് ഒറ്റ കുറ്റം വന്നില്ല. സമയാകുന്നതിന്റെ മുമ്പ് ബാങ്ക് കൊടുത്താൽ ആരൊക്കെ പള്ളിക്ക വരികയാണ് അറിയാൻ വേണ്ടിയിട്ട് തന്നെ ഞാനൊരു ബാങ്ക് കൊടുത്തത്. അപ്പോ അബുവാസി ഉസ്താദ് വന്നോ? അബുവാസി ഉസ്താദ് വന്നെങ്കിൽ മൈക്കയിലേക്ക് വരണം. അപ്പൊ ഞാൻ അപ്പൊ എന്താണ്, അപ്പൊ സമയമാവുക അത് വളരെ ഒരു മസലയാണ്. നമ്മൾ സമയം ആയിട്ടുണ്ടായ കാലം, അങ്ങനെ കാലം എന്ന് വിചാരിച്ചൊരു കാലം വെച്ചൊരു നിസ്കാര വിവാദത്തുണ്ട്. പോരാ, ആ കാലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വപ്പറത്ത് ചേർക്കുക. നിസ്കാരത്തിന്റെ മസലയിൽ ഈ കാലം ചേർക്കണ്ട, അത് ഉറപ്പ് വരുത്തണം. അപ്പൊ നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട ഒരു ഷർത്താണ് സമയമാകുക എന്നുള്ളത്. അപ്പൊ തിലാവത്തിന്റെ സുജൂദിന് ഈ 5 ഷർത്തുകൾ ബാധകമാണെങ്കിൽ അപ്പൊ ഈ സമയമാവുക എന്ന ഷർത്ത് എങ്ങനെ ശരിയാവുക? അതൊരു ചോദ്യം, ഒരു സംശയം സാധാരണക്കാർക്ക് വരാം. അതിനുള്ള മറുപടിയാണ് സജദയുടെ ആയത്തിന്റെ സമയം എപ്പോഴാ? ഈ ആയത്തോടി കയ്യാന്നുള്ളതാണ്. അപ്പൊ എന്ത് പറ്റൂലാന്ന് മനസ്സിലായി. ഇപ്പൊ നമ്മളിങ്ങനെ ഖുർആന് സുജൂദ് ചെയ്യാൻ വേണ്ടി മാത്രം സൂറത്തോടുക, അത് നമ്മൾ പറഞ്ഞു, അതിന്റെ മസല നമ്മൾ പറഞ്ഞു. ഇനി എന്ത് ചെയ്യാ? ഇനി അവനിങ്ങനെ ഖുർആൻ ഓതി വെച്ചതാ, ഖുർആൻ ഓതി വെച്ച അവനിങ്ങനെ ഖതമ് തീർക്കുക. ഇനി അവനിക്ക് ഓതാനുള്ളത് എന്താണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ എന്ന സൂറത്താണ്. അതേൽ ഇനിയിപ്പോ ഇതാണ് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഈ 10 ഷർത്തങ്ങൾ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഈ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ എന്ന സൂറത്താണ് ഇനി ഖതമ് തീർക്കുമ്പോ ഇനി ഓതാനുള്ളത്. അതുവരെ ഓന് ഓതി അത് വെച്ചിക്കണ്. അപ്പൊ ഓനിക്കറിയാ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ എന്നതിൽ ഒരു സജദയുടെ ആയത്തുണ്ട്. അപ്പൊ ഓന് ഓത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ സുജൂദ് ചെയ്യാ. ആ സുജൂദ് സഹിയാവൂല, ആ സുജൂദ് ചെയ്യൽ ഹറാമാകും. എന്റെ കാരണം ഇവിടെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ എന്ന സൂറത്തില് വസ്ജുദ് വഖ്തരിബ് എന്നൊരു സജദയുടെ ആയത്തുണ്ട്. ആ ആയത്തോതിയാൽ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ആ സുജൂദ് ചെയ്യണമെങ്കിൽ ഈ സൂറത്ത് ഓതിക്കയ്യണം. ഒരാൾ എന്താക്കി, ഒരു ഹർഫ് പൂർത്തിയാകുന്നതിന് മുമ്പ് സുജൂദ് ചെയ്താൽ ആ സുജൂദ് ബാത്തിലാണ്. ഞാൻ ഒറ്റ ഹർഫ് ഒരാള് വസ്തുദ് വഖ്തരിബ് വസ്തുദ് വഖ്തരീന്നും പറഞ്ഞു സുജൂദിക്ക് അത് പോയി നോക്കുക. ബാ പൂർത്തിയാക്കിയില്ല. അപ്പൊ സജദയുടെ ആയത്ത് ഓതുമ്പോ ആ ആയത്ത് പൂർണ്ണമായും അത് ഓതിക്കഴിയണം. അപ്പോഴേ സുജൂദിന്റെ സമയമാകുകയുള്ളൂ. ഒരു ഹർഫ് പൂർത്തിയാവുന്നതിന് മുമ്പ് വസ്തുദ് വഖ്തരിബ് എന്നുള്ളയിടത്ത് ബാ ഉച്ചരിക്കുന്നതിന് മുമ്പ്, അപ്പൊ ഒരു ഹർഫ് പൂർത്തിയാകുന്നതിന്റെ മുമ്പേ
സുജൂദിലേക്ക് പോയാൽ ആ സുജൂദ് ഫാസിദാണ്, ആ സുജൂദ് സഹിയാവൂല. അപ്പൊ നമ്മൾ വളരെ വ്യക്തമായി എല്ലാവരും ശ്രദ്ധിക്കുക. സജദയുടെ ആയത്ത് ഓതി തിലാവത്തിന്റെ സുജൂദ് ചെയ്യുമ്പോ 10 ഷർത്ത്. ആ 10 ഷർത്തുകളിൽ നിന്ന് 5 ഷർത്ത് എന്തു തന്നെയാകുന്നു? നിസ്കാരത്തിന്റെ 5 ഷർത്തുകൾ തന്നെയാകുന്നു. ഈ നിസ്കാരത്തിന്റെ 5 ഷർത്തുകളിൽപ്പെട്ട ഒരു ഷർത്താണ് സമയം ആകുക. അപ്പൊ തിലാവത്തിന്റെ സുജൂദിന്റെ സമയം ഏതാകുന്നു? ആ ആയത്ത്, തിലാവത്തിന്റെ സജദയുടെ ആയത്ത് ഏതാണോ ആ ആയത്ത് പൂർണ്ണമായും ഒരക്ഷരം പോലും ബാക്കിയാവാതെ പൂർണ്ണമായും ഓതി കഴിയുമ്പോഴാണ് ആ സജദയുടെ ആയത്തിന്റെ തിലാവത്തിന്റെ സുജൂദിന്റെ സമയം ആകുക. ഇനി ആറാമത്തെ ഷർത്ത്, ഒന്നിരിക്ക ആയത്ത് പൂർണ്ണമായും ഓതിക്കഴിയണം. പൂർണ്ണമായും ഓതിയാലേ സുജൂദ് സുന്നത്താവുള്ളൂ. ഒരാൾ വസ്തുത്, ഞാനിപ്പോ എപ്പോഴും എല്ലാവർക്കും ഓർമ്മയുള്ള ഒരായത്തായതുകൊണ്ടാണ് വസ്തുത് വക്കുത്തരിബ് എന്ന ആയത്ത് ഞാൻ ഉദാഹരണമായി എടുക്കുന്നത്. ഒരാൾ വസ്തുത് വക്കുത്തരിബ്, അതാണ് ഇപ്പൊ സജദയുടെ ഒരു ആയത്ത്. അവിടെ വസ്തുതിന് മാത്രം മോദി. ഒറ്റ മിനിറ്റ്, ഞാൻ ഒന്നൊരു ദീയം തെറ്റിയില്ലെങ്കിലേ ഇപ്പൊ ഒരു സുഖം കിട്ടുന്നില്ല എല്ലാവരും. അല്ലെങ്കിൽ ഇനിയിപ്പോ അതാകെ ഹാങ്കാവുക, മറ്റതാവുക, മരിച്ചതാവുക, അല്ല പല പരിപാടി. എത്ര പ്രിയമ്മ വന്ന് കിടക്കണം. സുബ്ഹാനല്ലാഹ്. ഞാൻ പല പ്രാവശ്യമായി ഇംഗ്ലീഷിൽ അയക്കലില്ല ശ്രോതാക്കളോട്. നമ്മളെ തിരുവമ്പാദ്യം വിലക്കുണ്ട്, നിങ്ങളാ ഇംഗ്ലീഷിൽ ഒന്നായിട്ട് ഇങ്ങക്ക് ഉപയോഗിക്കുന്നതോലെ അങ്ങോട്ട് ടൈപ്പ് ചെയ്തെങ്ങാണ്ട് ഞാൻ പതൊക്കെ ഇങ്ങനെ വായിച്ചുണ്ടാക്കിയിട്ട് മറുപടി പറയാൻ നിൽക്കുക. ആകെ 24 മണിക്കൂറല്ല ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അതല്ല മലയാളത്തിലാവുമ്പോ നമുക്ക് പെട്ടെന്ന് വായിച്ചുണ്ടാക്കാൻ പറ്റും. ഏതായാലും ഇരിക്കട്ടെ. അപ്പോ നമ്മൾ ഒന്നിരിക്കപ്പോ സുജൂദ് ഓതിയില്ലെങ്കിലും ഒരാള് സജദയുടെ ആയത്ത് ഓതുന്നത് കേട്ടാലും സുജൂദ് ചെയ്യൽ സുന്നത്താണല്ലോ. അപ്പോ ഒരാൾക്ക് സജദയുടെ ആയത്ത് ഓതുന്നത് കേട്ടതിന്റെ പേരിൽ സുജൂദ് സുന്നത്താവണമെങ്കിൽ എന്തു വേണം? ഈ ആയത്ത് പൂർണ്ണമായും ഓതുന്നത് കേൾക്കണം. അപ്പൊ ഒരാൾ എന്ത് ചെയ്തു? ഇപ്പൊ ഞാൻ സവാമങ്ങനെ ഖുർആൻ ഓതുകയാണ്, വസ്തുദിന് മാത്രം കേട്ടുകയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഇങ്ങനെ ഓതി വരികയാണ്. വസ്തുദിന് മാത്രമേ ഞാൻ കേട്ടുള്ളൂ, വഖ്തരിബ് ഞാൻ കേട്ടില്ലാന്ന് വെക്കുക. സംഗതി എനിക്ക് സവാമ സജദയുടെ ആയത്ത് ഓതിയിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പോ ഞാൻ ഈ ആയത്ത് ഫുള്ള് കേട്ടിട്ടില്ല എങ്കിൽ ഈ വസ്തുതയുടെ ആയത്തിന്റെ പകുതി മാത്രം കേട്ടതിന്റെ പേരിൽ എനിക്ക് അവിടെ ആ സജദയുടെ സജദയുടെ സുജൂദ് എന്തില്ല? തിലാവത്തിന്റെ സുജൂദ് സുന്നത്തില്ല. അത് ആറാമത്തെ ഷർത്ത് എന്താണ്? ഒന്നിരിക്ക ആയത്ത് പൂർണ്ണമായും ഓതുക. എങ്കിൽ ഓതിയവന് സുജൂദ് സുന്നത്താവും. ഇനി സുജൂദ് ആയത്ത് ഓതുന്നത് കേട്ടവനും സുജൂദ് സുന്നത്താണ്. അവനിക്ക് സുന്നത്താവണമെങ്കിൽ എന്തു വേണം? ഈ ആയത്ത് പൂർണ്ണമായും ഇവൻ കേൾക്കണം. 6 ഷർത്തായി. ഇനി 7ാമത്തെ ഷർത്ത് എന്താ? ഈ ഖുർആൻ ഓതുന്നത് മയ്യത്ത് നിസ്കാരത്തിൽ ആവാതിരിക്കുക. മയ്യത്ത് നിസ്കാരത്തിൽ ആവാതിരിക്കുക. ഒരാളും മയ്യത്ത് നിസ്കരിക്കുമ്പോ സൂറത്ത് ഓതൽ സുന്നത്തില്ല. ഒരാളും മയ്യത്ത് നിസ്കാരത്തിൽ ഫാത്തിഹാന്റെ ശേഷം എന്താക്കി? ഓനൊരു സജദയുടെ ആയത്തുള്ള ഒരു സൂറത്താണ്ട് ഓതി. അയച്ചപ്പോ നിസ്കാരം ബാത്തിലാവുന്നില്ലട്ടോ. അത് ശ്രദ്ധിക്കണം. ഒരാളും മയ്യത്ത് നിസ്കാരത്തിൽ സൂറത്തോതൽ സുന്നത്തൊന്നുമില്ല. പക്ഷെ ഒരാളൊരു സൂറത്ത് ഓതീന്ന് വെക്കുക. സവാമന്റെ ശബ്ദം കേൾക്കുന്നത് അബുവാസിം മുസ്താദിന് കയറാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു. എന്തായാലും ബൗൺസ് ചെയ്യേ, വേറെ എന്തെങ്കിലും ഇൻവൈറ്റ് ചെയ്യേ, എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും ചെയ്താല് സവാമ ഉസ്താദ് കയറാനുള്ള അശ്രാന്ത ശ്രമത്തിലാണ്. പക്ഷെ ഉസ്താദിന് കയറാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു. അതിനെന്താ പരിപാടി എങ്കിൽ അതെല്ലാം നോക്കി അല്ലാഹു തആല മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട്, വിശുദ്ധമായ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് യാതൊരു തടസ്സവും കൂടാതെ ഉസ്താദിന് ക്ലാസ് റൂമിൽ എത്താനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ഞാൻ ഈ ക്ലാസ് 1-2 ദിവസം മുമ്പ് പറഞ്ഞ കാരണത്താൽ നമ്മുടെ ഒരുപാട് റേഡിയോ ശ്രോതാക്കളായ മുഅല്ലിമീങ്ങൾ വരെ മുഅല്ലിം സുഹൃത്തുക്കൾ വരെ വിളിച്ചിട്ട് ഉസ്താദിന്റെ ആ ക്ലാസ് എപ്പോഴാണ്, അപ്പൊ ഞാൻ ചൊവ്വാഴ്ച ഉണ്ടാകും എന്നൊക്കെ അവരോട് പറഞ്ഞിരുന്നു. എന്റെ ശബ്ദം എന്റെ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ
ബൈലക് സംവിധാനത്തിൽ നെറ്റ് ഉപയോഗിച്ചും കൊണ്ടാണല്ലോ ഈ KMIC മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതല്ലാതെ ഇപ്പോ വേറെ മാർഗമൊന്നുമില്ല. ചിലപ്പോ ഇനി നെറ്റില്ലാതെ ബൈലക്സ് ഉപയോഗിക്കാൻ ഒരു സംവിധാനം വന്നതായി ഒന്നുമില്ല. എന്നിപ്പോ നിങ്ങൾ സിറാജ് പത്രത്തിൽ ഞാൻ വായിച്ചു, സൂര്യപ്രകാശം കൊണ്ട് UAE-യിൽ നിന്ന് ഫ്ലൈറ്റ് പൊന്തിയത് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ പൊന്തിക്കഴിഞ്ഞ് അവിടെ പൊന്തി ഇവിടെ പൊന്തി ഇനി ഏകദേശം ലോകം മുഴുവൻ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാണ്. 1-2 ദിവസത്തിന്റെ ഉള്ളിൽ അഹമ്മദാബാദിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ സംവിധാനങ്ങൾ കണ്ടുപിടിക്കണുണ്ട്. ഇനി ബൈലക്സ് നെറ്റില്ലാതെ ഉപയോഗിക്കാന്നുള്ള സംവിധാനം എന്താവോ? എന്തായിക്കൂടായി ഒന്നുമില്ല. ഏതായിരുന്നാലും എന്റെ പ്രിയപ്പെട്ട മുഅല്ലിം സുഹൃത്തുക്കളൊക്കെ പലവരും വിളിച്ചിരുന്നു തജ്വീദിന്റെ മഖ്റജിന്റെ ക്ലാസ് പ്രത്യേകം ശ്രദ്ധിക്കാൻ. ഉസ്താദിന് ക്ലാസ് റൂമിൽ കയറാൻ സാധിക്കുന്നില്ല എന്നുള്ള വിവരമാണ് കിട്ടിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് പകരം ഖളാ വീട്ടുന്ന വേറെ ഏതെങ്കിലും സമയത്ത് ഉസ്താദ് എടുത്തു തരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് വിവരം മുൻകൂട്ടി അറിയിക്കുന്നതായിരിക്കും എന്ന്. അപ്പൊ ഏതായിരുന്നാലും മയ്യത്ത് നിസ്കാരത്തിൽ ഒരാൾ സജദയുടെ ആയത്ത് ഓതി നോക്കുക എങ്കിൽ ആ ഓതിയവനും സുജൂദ് സുന്നത്തില്ല, അത് കേട്ടവനും സുജൂദ് സുന്നത്തില്ല. അപ്പോ മയ്യത്ത് നിസ്കാരത്തിൽ ആവാതിരിക്കുക. അപ്പൊ 7 ഷർത്തായി. ഇനി 8ാമത്തെ ഷർത്ത് എന്താ? അത് ബിർറാത്തു മഖ്സൂദാവണം. അതായത് ഓതുന്നത് അതൊരു ഖസ്ദൻ നിലക്ക് ഓതണം. അപ്പൊ എന്തു പറ്റൂല? അതുപോലെ തന്നെ ശർഅ് ഹറാമും കറാഹത്തും അല്ലാത്ത രൂപത്തിൽ ഓതണം. കറാഹത്തായ നിലക്കോ ഹറാമായ നിലക്കോ ആണ് ഒരാൾ സജദയുടെ ആയത്ത് ഓതുന്നത് എങ്കിൽ അതിന്റെ പേരിൽ സുജൂദ് ചെയ്യൽ സുന്നത്തില്ല. അത് കേട്ടവർക്ക് സുജൂദ് ചെയ്യൽ എന്തില്ല? സുന്നത്തില്ല. അപ്പൊ ഉദാഹരണം പറയാ, ഇത് രണ്ടും തിരിയാൻ. സാധാരണഗതിയിൽ നമ്മുടെ വീടുകളിലൊക്കെ തത്തണ വളർത്തുന്നവരുണ്ട്. തത്തണ വളർത്താം, അത് കുഴപ്പമൊന്നുമില്ല. വീടുകളിൽ നമ്മൾ ഈ പക്ഷികളെ വളർത്തുക, പ്രത്യേകിച്ച് ഈ തത്തയുടെ സംസാരം കേൾക്കാൻ വേണ്ടി തത്തയെ വളർത്തും. നല്ലതൊന്നുമല്ല, അനുവദനീയാണ്. ആ തത്തക്ക് വേണ്ട എല്ലാവിധ പരിചരണങ്ങളും നൽകി അതിന് വേണ്ട ഭക്ഷണ വസ്തുക്കളൊക്കെ നൽകി കൂട്ടിലെത്തി ജീവികളെ വളർത്തുക. ജീവികളെ എന്താക്കുക? കൂട്ടില് മൃഗങ്ങളെ വളർത്തുക. അതൊക്കെ എന്താണ്? അനുവദനീയമായ രൂപത്തിൽ ജായിസാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോ ചില തത്തനങ്ങളെ വളർത്തിയാൽ കാണാം, തത്ത വരുമ്പോ നമ്മളിങ്ങനെ കടന്നു വരുമ്പോ സാധാരണ തത്ത സലാം പറയും, സലാം മടക്കും. ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അപ്പൊ എന്ത് ചെയ്തു? ഒരു വീട്ടിലുള്ള ഒരാളിരുന്ന് ഖുർആൻ ഓതുന്നത് കേട്ട് തത്ത ഒരു സജദയുടെ ആയത്ത് കാണാതെ വലിച്ചു വെക്കുക. വീട്ടിലുള്ളവർ ഖുർആൻ ഓതുന്നത് കേട്ട് ഞാൻ മുമ്പൊരിക്കൽ നമ്മുടെ ക്ലാസ് റൂമിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വാമൊഴിയായി കേട്ടതാണ്, ചരിത്രത്തിൽ നിന്ന് വായിച്ചതല്ല. നമ്മുടെ പ്രിയപ്പെട്ട മഹാനായ നത്തുകൾ ആലം ബാദ്ഷാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അഥവാ തൃഷ്ണാപല്ലി മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നത്തുകൾ ആലം ബാദ്ഷാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനുഭാവന്റെ കൂടെ ഒരു തത്തയുണ്ടായിരുന്നു. ആ മഹാനുഭാവൻ ഖുർആൻ ഓതുന്നത് കേട്ട് ആ തത്തയും ഖുർആൻ പൂർണ്ണമായും കാണാപ്പാഠം പതിച്ചിരുന്നു. ആ തത്ത ഖുർആൻ ഓതിയിരുന്നു. അദ്ദേഹത്തിന്റെ മക്കാമിന്റെ ഉൾഭാഗത്ത് തന്നെയാണ് ആ തത്തയെയും ഖബറടക്കിയിട്ടുള്ളത് എന്നൊക്കെയും വാമൊഴിയായി പല കാര്യപ്പെട്ട ഉസ്താദന്മാരും പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരാളിൽ നിന്ന് ഖുർആൻ ഓതുന്നത് കേട്ട് തത്ത ഖുർആൻ ഓത്ത് പതിച്ചൂത് വെക്കുക. അങ്ങനെ ഒരു തത്ത ഒരു സജദയുടെ ആയത്തോതി. അപ്പൊ തത്ത സജദയുടെ ആയത്തോതുന്നത് കേട്ടിട്ട് നമുക്ക് അവിടെ സുജൂദ് സുന്നത്തില്ല. അതല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ ഖുർആൻ ഉണ്ട് അല്ലേ? ഖുർആൻ 30 ഖത്തമുള്ള സോഫ്റ്റ്വെയർ നമ്മുടെ ഖുർആനിലുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ലത് കേൾക്കുക എന്ന നിലക്ക് ടിവിയിൽ, റേഡിയോയിൽ, ഫോണിൽ ഒക്കെ കേൾക്കും. അതിലൊന്നും ഖുർആൻ ഓതേണ്ട ആവശ്യമില്ല. അതിലൊന്നും ഖുർആൻ അല്ല, സുജൂദ് ചെയ്യേണ്ട സുന്നത്തുല്ല. നമ്മുടെ മൊബൈലിൽ ഇങ്ങനെ റെക്കോർഡ് വായന കേൾക്കുക, അല്ലെങ്കിൽ KMIC-യിൽ ഒരു റെക്കോർഡ് വെച്ചിക്ക, പേരോദ് ഉസ്താദിന്റെ, നഈം ഉസ്താദിന്റെ ആരുടെങ്കിലൊക്കെ എന്താക്കാണ് ഒരു റെക്കോർഡ് വെച്ചിക്കാണ് എങ്കിൽ അതിലൊന്നും ആ സലാം മടക്കലോ ആമീൻ പറയലോ ഒന്നും സുന്നത്തില്ല. അതേമാതിരിക്കന്നെ ഇപ്പൊ വാട്സപ്പിലൊക്കെ നമ്മൾ പല ചോദ്യങ്ങളും ഉത്തരങ്ങളും വരും. അപ്പൊ ആ വാട്സപ്പിൽ അയക്കുന്നവർ എന്തായിട്ടുണ്ടാവും? ഒരു സലാം ആദ്യം പറഞ്ഞിട്ടുണ്ടാവും.
ആ സലാമൊന്നും മടക്കൽ എന്തില്ല, സുന്നത്തില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മൊബൈലിൽ റെക്കോർഡ് വെച്ച് ഖുർആൻ റെക്കോർഡ് വെച്ചു, അല്ലെങ്കിൽ നമ്മൾ ടേപ്പറിക്കാര് ഖുർആൻ റെക്കോർഡ് വെച്ചു, അതിലൊക്കെ എന്തായി ഇങ്ങനെ ഖുർആൻ ഓതുമ്പോ സജദയുടെ ആയത്ത് വന്നു, അത് നമ്മൾ കേട്ടു, അതൊന്നും ഓതലെന്തില്ല, അവരൊന്നും സഹ്വി അല്ല തിലാവത്തിന്റെ സുജൂദ് എന്തില്ല, സുന്നത്തില്ല. അപ്പൊ എന്തുവാണ്, അതൊന്നൊരു മഖ്സൂദില്ല അവിടെ. അപ്പൊ സാധാരണഗതിയിൽ ഒരാൾ ഓതുന്നത് കേൾക്കണം, അത് തന്നെ ശറആക്കപ്പെട്ട നിലക്ക് ഹറാമോ കറാഹത്തോ വരാത്ത രൂപത്തിലാവണം. അപ്പൊ നോക്കാൻ ഒരു ജനാബത്തുകാരൻ ഖുർആൻ ഓതി, ജനാബത്തുകാരൻ ഖുർആൻ ഓതൽ ഹറാമാലോ, ജനാബത്തുകാരൻ അക്ഷരങ്ങൾ വെളിവാവുന്ന രൂപത്തില് വെറുങ്ങനെ ചുണ്ടനക്കാണ് ഒരാളിങ്ങനെ ഒരു ജനാബത്തുകാരൻ കൽബിൽ ഇങ്ങനെ ഖുർആൻ ഓതി അല്ലേ, അതൊന്നും ഹറാമില്ല. ഇപ്പൊ ഒരാളെന്ത് ചെയ്തു, വലിയ അശുദ്ധിക്കാരനാണ്, അല്ലെങ്കിൽ മെൻസസ് പീരിയഡ് ഉള്ള ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ പ്രസവിച്ച് കിടക്കുന്ന ഒരു സ്ത്രീയാണ്, ആ സ്ത്രീ ഇങ്ങനെ കൽബ് കൊണ്ട് ഖുർആൻ ഓതുക. അങ്ങനെ നമ്മൾ കൽബ് കൊണ്ടൊരു വായനുണ്ടല്ലോ. ഇപ്പൊ എത്രയോ ആൾക്കാർ മലയാള ദിനപത്രങ്ങൾ വായിക്കും, ചുണ്ടാണെങ്കിലും ഉണ്ടാവില്ല, ആ പത്രത്തിലേക്ക് അങ്ങനെ നോക്കുന്നുണ്ടാവും, അപ്പൊ അവന്റെ കൽബ് കൊണ്ടാവും വായിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അശുദ്ധിക്കാരൻ, വലിയ അശുദ്ധിക്കാരൻ കൽബ് കൊണ്ട് ഖുർആൻ ഓതി, അല്ലെങ്കിൽ ചുണ്ടനങ്ങാത്ത രൂപത്തിൽ ഒരു മുഴക്കം, ഒരു മൂലക്കം, തേനീച്ചന്റെ ഒരു മൂലക്കം പോലെ അങ്ങനെ ചില ഒരു ഓനാണ്, പേപ്പറൊക്കെ വായിക്കാനാണ്, ഒന്ന് ചുണ്ടിങ്ങനെ ഒരു തേനീച്ചയുടെ ഒരു മുഴക്കം ഇങ്ങനെ കേൾക്കണ്ടാവല്ലോ. അങ്ങനൊന്നും ഓതിയാൽ അതിനൊന്നും ഖുർആനോത്ത് എന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഏതായിരുന്നാലും വലിയ അശുദ്ധിക്കാരൻ എന്താക്കി വലിയ അശുദ്ധിക്കാരൻ ഖുർആൻ ഓതിന്ന് വെക്കുക എങ്കിൽ അതിന് അങ്ങനെ വലിയ അശുദ്ധിക്കാരൻ ഖുർആൻ ഓതുമ്പോ തിലാവത്തിന്റെ സുജൂദ് അല്ല സജദയുടെ ആയത്ത് ഓതുന്നത് കേട്ടു, അവരെ സുജൂദ് ചെയ്യൽ എന്തില്ല, സുന്നത്തില്ല. അല്ലെങ്കിൽ എന്താണ്, അത് മക്റൂഹ കറാഹത്താണ്. ഓനാ ഓതിയ രംഗം അത് കറാഹത്താണ്. ഉദാഹരണം പറയാ, ഒരാള് റുക്കൂയിൽ വെച്ചിട്ട് ഒരു സൂറത്ത് ഓതുകയാണ്, ഒരാളിങ്ങനെ റുക്കൂ ചെയ്യുമ്പോ അതുകൊണ്ട് ഇപ്പൊ നിസ്കാരം പാത്തിലാവൂലത്തോ, അപ്പൊ ശ്രദ്ധിക്കുന്ന നല്ലതാണ്. സാധാരണക്കാർക്ക് അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടാവും. ഒരാളിങ്ങനെ സുജൂദിൽ വെച്ചെങ്ങാണ്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് സൂറത്താണ്ട് ഓതി വെക്കുക, അതുകൊണ്ട് നിസ്കാരം പാത്തിലാവൂല. നേരെ അരമായിക്കന്നെ. അപ്പൊ നിസ്കരിക്കുന്നവൻ റുക്കൂ ഖിയാമില് നൃത്തം അല്ലാത്തേടത്ത് ശ്രദ്ധിക്കണം, നൃത്തം അല്ലാത്തേടത്ത് എന്താക്കി ഖുർആൻ ഓതി, റുക്കൂയിൽ വെച്ച് ഖുർആൻ ഓതുകയാണ്, സുജൂദിൽ വെച്ച് ഖുർആൻ ഓതുകയാണ്. അങ്ങനെ നിസ്കരിക്കുന്നവൻ സുജൂദിലോ റുക്കൂയിലോ വെച്ച് ഖുർആൻ ഓതുമ്പോ ആ ഓത്തിന്റെ ഇടയിൽ ഒരു സജദയുടെ ആയത്ത് വന്നു, അതുകൊണ്ട് എന്താവൂല, മാഷാ അല്ലാഹ് ഉസ്താദ് വന്നാ ദുആക്ക് അല്ലാഹു ഫലം നൽകിയിട്ടെന്തിനാണ് ഉസ്താദ് വൈസാൻ ചെയ്യ് മാഷാ അല്ലാഹ്. ഉസ്താദ് റൂമിലെത്തിന്ന് പറയുന്നു, തീഫ്രംന്ന് പോയി, എന്തോ ശരിയാ. ഇനി തഫ്സീർ ക്ലാസ് അല്ലേ, അബൂ സാജിദ് ഉസ്താദ് എത്തിയോ? അബൂ സാജിദ് ഉസ്താദ് ക്ലാസ് റൂമിൽ എത്തിയിട്ടുണ്ടോ? അബൂ ആസിം ഉസ്താദ് റൈസാന്റ് ചെയ്യൂ, അതുവരെ തുടരൂന്ന്. ഒരു വിഷയം നമുക്ക് ഇങ്ങനെ സമയമില്ലാതൊക്കെ അങ്ങനെ ഒരു സ്വഭാവം നിന്റെ ജീവിതത്തിൽ. എനിക്കൊരു വിഷയം തുടങ്ങുമ്പോ അത് പൂർത്തീകരിച്ച് പറയാനുള്ള ഒരു സമയം എന്ത് നിന്റെ മനസ്സിൽ ആദ്യം വരണം. അപ്പോഴെന്റെ വിഷയം അങ്ങനത്തെ ഒരു തപ്പിപ്പയില്ലാതെ അത് പോവല്ലോ. മറ്റൊരിങ്ങനെ മറ്റേ ഉസ്താദ് വരുമോ, ഈ ഉസ്താദ് വരുമോ, പത്ത് വന്നോ, ഇപ്പൊ വന്നോ, ഒക്കെ ഇങ്ങനെ വരും. അപ്പൊ ഏതായിരുന്നാലും കിയാമ് അല്ലാത്തേടത്ത് നമുക്ക് ഇതാണ് പറഞ്ഞ് പൂർത്തിയാക്കിയതാണ്. കിയാമ് നൃത്തം അല്ലാത്തേടത്തില് സുജൂദിലോ റുക്കൂയിലൊക്കെ വെച്ചിട്ട് ഒരാളൊരു സൂറത്ത് ഓതി നോക്കുക, അതിന്റെ പേരിലൊന്നും, കാരണം അത് കറാഹത്താണ്, ആ ചെയ്യൽ തന്നെ കറാഹത്താണ്. അതുകൊണ്ട് തന്നെ അവരെന്തില്ല, സുജൂദ് ചെയ്യലെന്തില്ല, സുന്നത്തില്ല. അല്ല, സുജൂദ് ചെയ്യലെന്തില്ല, സജദയിലെ ആയത്ത് അങ്ങനെ റുക്കൂയിലോ സുജൂദിലോ നിസ്കരിക്കുന്നവൻ ഓതുന്നത് കേട്ടാൽ, സജദ ആയത്ത് ഓതുന്നത് കേട്ടാൽ തിലാവത്തിന്റെ സുജൂദ് സുന്നത്തില്ല. ഇനി അവിടെ തന്നെ ഒന്ന് മനസ്സിലാക്കാണ്ട്,
ഒരു അന്യ സ്ത്രീ, ഇന്നിപ്പോ രാവിലെ നമ്മൾ വളരെ അന്യ സ്ത്രീകളുടെ ശബ്ദം ഉയർത്തുന്ന മസ്അല പറഞ്ഞു, ഒരു സാന്ദർഭികമായ ഉപദേശം ചെയ്തപ്പോ മൗലിദിന്റെ മുമ്പിൽ ഒന്ന് ഉണർത്തിച്ചുണ്ട്. ഒരുപാട് ശ്രോതാക്കൾ ഈ സമയത്തുണ്ടായതുകൊണ്ട് ഒന്നുകൂടി ഞാൻ ആവർത്തിച്ചു പറയാൻ. ഒരു അന്യ സ്ത്രീ നിങ്ങൾ ഖുർആൻ ഓതുകയാണ്. അത് എല്ലാവരും ശ്രദ്ധിക്കണട്ടോ, സാധാരണക്കാരോട് ഞാൻ പറയാൻ. എന്നാ അബൂറയ്യ ഉസ്താദ് നിങ്ങൾക്ക് പനി അതാണോ നിങ്ങൾ എന്നോട് ചോദിക്കരുത്. ഞാൻ മുമ്പൊരിക്കൽ നമ്മുടെ ക്ലാസ് റൂമിലാണ് ഈ രാത്രി സമയത്തൊക്കെ നമ്മളിങ്ങനെ റോഡിലൂടെ നടന്നു പോകുമ്പോ, ബസ്സിലൂടെ ഇങ്ങനെ യാത്ര പോകുമ്പോ യാദൃശികമായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുമല്ലോ. നോക്കുമ്പോ കാണാം ഈ ചില സഹോദരിമാര് 33 വക ഏതും പൊറിച്ചിങ്ങാണ്ട് 33 വക ഏതും പൊറിച്ചിങ്ങാണ്ട് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ആ ചാരുപരിമ ഇങ്ങനെ ഇരുന്നിങ്ങാണ്ട് ഹദ്ദാദും മൗലൂദൊക്കെ ചെല്ലുന്ന കാണാം. മഹത്തമ്മാരിത്തരാണ് ആ കാത്തത്. നമ്മൾ ഇന്ന് തന്നെ ഇപ്പൊ അങ്ങനെ ഭാര്യയ്ക്ക് ഒറ്റക്കാണെങ്കിൽ പല ഗ്രാമങ്ങളിലുള്ള ഒരു സ്വഭാവമാണത്. യശാമായിരിബിന്റെ ഇടയിൽ സ്ത്രീകള് സിറ്റ് ഔട്ടിൽ വന്നിട്ട് പുറത്തിരുന്നിട്ട് ഇങ്ങനെ ചില ദിക്കുലോ ഔതാദൊക്കെ ഇങ്ങനെ ചെല്ലുക. എന്നാ റോത്തുമ്പോ കൂടെ പോകുന്നോലൊക്കെ ഇവരെങ്ങനെ കാണുകയാണ്. അത് വളരെ തെറ്റാ. അത് നമ്മൾ ഈ അന്യ പുരുഷന്മാർ കാണുന്ന ഒരു സാഹചര്യം അവിടെ വരുന്നുണ്ട്. അത് പ്രത്യേകം നമ്മൾ സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ മസ്അല എന്താ? അതായത് ഒരു സ്ത്രീ, ഒരു അന്യ പുരുഷൻ കേൾക്കുന്ന രൂപത്തിൽ അല്ല ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ജനാബത്തുകാരൻ ഖുർആൻ സജദയുടെ ആയത്ത് ഓതുന്നത് കേട്ടാൽ അവരെന്തില്ല? തിലാവത്തിന്റെ സുജൂദ് സുന്നത്തില്ല. കാരണം ജനാബത്തുകാരൻ എന്ത് ഓതൽ ഹറാമാണ്? ഖുർആൻ ഓതൽ ഹറാമാണ്. എന്നാൽ അന്യപുരുഷനെ ആകർഷിപ്പിക്കുന്ന ശൈലിയിൽ ശബ്ദമുയർത്തി ഒരു അന്യ സ്ത്രീ ഖുർആൻ ഓതുകയാണ്. ആ ഖുർആൻ ഓതുന്നത് എങ്ങനെ കേട്ടു? നമ്മൾ കേട്ടു എങ്കിൽ അവിടെ സുജൂദ് സുന്നത്താണ്. എന്തേ കാരണം? അത് വ്യത്യാസമുണ്ട്. ഈ അന്യ സ്ത്രീ ഖുർആൻ ഓതുക എന്നുള്ളത് തെറ്റല്ല, അല്ലെ? ഒരു അന്യ സ്ത്രീ ഖുർആൻ ഓതുക എന്നുള്ളത് തെറ്റല്ല. പക്ഷെ ഈ സമയത്ത് അന്യപുരുഷൻ കേൾക്കുന്ന രൂപത്തില് ശബ്ദം ഉയർത്തി ഓതൽ ഹറാമാണ്. അവനു ജനാബത്ത് ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ല എങ്കിൽ ഇപ്പൊ നമ്മൾ കുറ്റക്കാരല്ല. ഒരാളിൽ നിങ്ങളെ ഖുർആൻ ഓതുകയാണ്. ആ ഖുർആൻ ഓതുന്നവൻ വലിയ അശുദ്ധിക്കാരനാണെന്ന് നമുക്കറിയില്ല. ഓനൊരു ഖുർആൻ ഓതുമ്പോ തെറ്റൊന്നും ഓന് വലിയ അശുദ്ധിക്കാരനായിട്ട് ഖുർആൻ ഓതില്ലല്ലോ. എന്നാലോ അപ്പൊ നമ്മൾ ഒരാളെ കുറിച്ച് ചിന്തിക്കുക. ചോദ്യം ചോദിച്ച തിരുവമ്പാതിയുടെ മേത്തിക്കന്നെ നമുക്ക് കേസ് അങ്ങത്ത് ചാർത്തലാണല്ലോ നല്ലത്. തിരുവമ്പാതിയിൽ നിങ്ങളെ ഖുർആൻ ഓതുകയാണ്. അപ്പൊ ഞാനത് കേട്ടപ്പോ ഞാൻ എന്താ വിചാരിക്ക? സാധാരണഗതിയിൽ തിരുവമ്പാതി ഖുർആൻ ഓതുകയാണ്, വലിയ അശുദ്ധിക്കാരനായിട്ട് തിരുവമ്പാതി ഖുർആൻ ഓതൂലല്ലോ എന്ന നല്ല ചിന്തയില നിക്ക് വരിക. ഞാൻ അങ്ങനെ തിരുവമ്പാതി ഖുർആൻ ഓതുന്നത് കേട്ടു. നമ്മളൊരു സുജൂദും ചെയ്ത് സുജൂദൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ തിരുവമ്പാതി ചോദിച്ചു, എല്ലാ എന്ത് പേരിലപ്പൊ സുജൂദ് എന്നാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ സജദയുടെ ആയത്ത് ഓതുന്നത് ഞാൻ കേട്ട് നിക്ക് വലിയ അശുദ്ധി ഉണ്ടായിന്ന്, ഞാൻ ഈ ആറാമോട് കൂടെ ഇത് ചെയ്തത് എന്ന് പറഞ്ഞാല് അതിന് പിന്നെ മരുന്ന് വേറെയാണ് അതിന്. അപ്പൊ നമ്മൾ ആ നല്ല ഭാവന വിചാരിച്ച് നമ്മൾ ഓതി നമ്മളതിന് കുറ്റക്കാരനല്ല. കാരണം അടക്കം ഫിഖിന്റെ കിതാബിൽ ഒരു മസ്അല പറഞ്ഞിട്ടുണ്ട്. അതായത് വെറും ഖുർആൻ സുജൂദ് ചെയ്യാൻ വേണ്ടി മാത്രമല്ലോ. ശ്രദ്ധിക്കാൻ മസ്അല പറഞ്ഞിട്ട് ഞാൻ മറ്റൊരു മസ്അലയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. അതായത് സുജൂദ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരാൾ സുജൂദ് ചെയ്തു, അങ്ങനെ അല്ല ഖുർആൻ സജദയിലെ ആയത്തോതി എന്നിട്ട് അവൻ സുജൂദ് ചെയ്താൽ ആ നിസ്കാരം ബാത്തിലാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഇമാമ് ചെയ്തു അങ്ങനെ. പക്ഷെ മൗമൂമിന് ദലീല. നല്ല ശ്രദ്ധിക്കണം. തിരുവമ്പാതി ചോദിച്ച മസ്അലിനോട് സാദൃശ്യമുള്ള മറ്റൊരു മസ്അലാണ്. ഇമാമ് തിലാവത്തിന്റെ അല്ല സജദയുടെ ആയത്തോതി, പക്ഷെ വെറും സുജൂദ് ചെയ്യാൻ വേണ്ടി മാത്രം സജദയുടെ ആയത്തോതി സുജൂദ് ചെയ്താൽ നിസ്കാരം ബാത്തിലാണ് എന്ന് നമ്മൾ മസ്അല പറഞ്ഞു. ഇമാമ് സജദയുടെ ആയത്തോതി സുജൂദ് ചെയ്താൽ മഅ്മൂമ് ചെയ്യൽ നിർബന്ധം. ഞാൻ ചെയ്യൂലാന്ന് വിചാരിച്ച ഓന്റെ നിസ്കാരം അത് ബാത്തിലാവും, അല്ലെങ്കിൽ ഇമാമുമായി വിട്ടുപിരിയുന്നു എന്ന് കരുതേണ്ടി വരും. പക്ഷെ നിസ്കാരം കഴിഞ്ഞിട്ടാണ് മഅ്മൂമ് അറിഞ്ഞത്. എന്താ അറിഞ്ഞത്? എന്റെ ഇമാമ്
സുജൂദ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് സജദയുടെ ആയത്തോതിയത് എന്ന വിവരം ആരറിയുന്നത് എപ്പോഴാണ്? നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷാണ്. വാസ്തവത്തിൽ നമ്മൾ പറഞ്ഞ മസ്അല പ്രകാരം ഈ ഇമാമിന്റെ നിസ്കാരം ബാത്തിലായിട്ടുണ്ട്. കാരണം ഓന് സജദയുടെ ആയത്തോതിയത് സുജൂദ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ അവന്റെ ഈ ഇമാമിന്റെ നിസ്കാരം ബാത്തിലാണ്. പക്ഷെ ഇമാമ് സുജൂദ് ചെയ്തു എന്ന നിലക്ക് മഅ്മൂമും സുജൂദ് ചെയ്തു. പക്ഷെ മഅ്മൂമിന് എന്തറിയില്ല, ഇമാമ് സുജൂദ് സജദയുടെ ആയത്തോതിയത് സുജൂദ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്ന നിയ്യത്ത് ഖഫിയായി കിടക്കുന്ന കാര്യമാണല്ലോ, മറഞ്ഞു കിടക്കുന്ന കാര്യമാണല്ലോ. അപ്പൊ അതുകൊണ്ട് മഅ്മൂമിന്റെ നിസ്കാരം ബാത്തിലാകുമോ? ഇല്ല. മഅ്മൂമിന്റെ നിസ്കാരം അവിടെ ബാത്തിലാവൂല. കാരണം ഒരു നിസ്കാരം ബാത്തിലാവുന്ന രൂപത്തിലാണ് സജദയുടെ ആയത്ത് ഇമാമ് ഓതിയത് എന്ന് മനസ്സിലുള്ള കെരുത്തായതുകൊണ്ട്, അത് മഅ്മൂമിന് അറിയാത്ത വിഷയമായതുകൊണ്ട് മഅ്മൂമിന്റെ നിസ്കാരം അവിടെ ബാത്തിലാകുകയില്ല. ഇമാമിന്റെ നിസ്കാരം വാസ്തവത്തിൽ ബാത്തിലായിട്ടുണ്ട്. എന്റെ കാരണം സുജൂദ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് തിലാവത്തിന്റെ ഈ സജദയുടെ ആയത്ത് ഓതിയത്, എന്നിട്ടോ സുജൂദ് ചെയ്തത്. ആ നിലയ്ക്ക് ഇമാമിന്റെ നിസ്കാരം അവിടെ ബാത്തിലായിട്ടുണ്ട്. ഈ സുജൂദ്, ഈ മഅ്മൂമിന്റെ സുജൂദ്, ഈ ഇമാമിന്റെ സുജൂദിന് വേണ്ടി ഈ പാവം മഅ്മൂമും സുജൂദ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ അറിയാതെ പോയ വിഷയം, അത് നിയ്യത്ത് മഅ്മൂമിന് അറിയില്ല. എന്ത് ഉദ്ദേശത്തിലാണ് ഇമാമു വര സജദയുടെ ആയത്തോതി എന്ന്. അപ്പൊ അതുകൊണ്ട് തിരുവമ്പാടി വലിയ അശുദ്ധിക്കാരനായി ഇന്ന് നിങ്ങൾ ഖുർആൻ ഓതാണ്. സാധുവായി എനിക്കറിയില്ല. നമ്മൾ കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാമാന നിങ്ങളുടെ കൽഭാഗം എന്നോവർ ഈ ഒരു മർത്തബേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ലല്ലോ. നിന്റെ തിരുവമ്പാടി KMIC അദ്മിനാണ് ഉമ്മാതിരി തമ്മാതിത്തരം കാത്തുനിന്ന് ഞാൻ കരുതിയില്ല. മൂപ്പരിന്ന് ഖുർആൻ ഓതുകയാണ്, കാണാതിരുന്ന് ഓതുകാച്ചിട്ട് ഞാൻ എന്താക്കിയാൽ കേട്ടുങ്ങാണ്ട് സുജൂദ് ചെയ്തു നോക്കുക. അതിന് ഞാൻ കുറ്റക്കാരനല്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. ചോദ്യം ചോദിച്ചോളാം മേത്തേക്ക് തന്നെ അങ്ങനത്തെ അതാണ്ട് ചാത്തി കൊടുത്ത പിന്നെ നമ്മൾ ബാക്കിയുള്ളവർ കഴിച്ചിലാവുമല്ലോ. അപ്പൊ നോക്കൂ നിങ്ങൾ. അപ്പൊ നമ്മൾ എന്തേ പറയുന്നത്? ഒരു അന്യ സ്ത്രീ ഒരു അന്യ പുരുഷന്റെ മുമ്പിൽ എന്ത് ചെയ്തു? അത് വേണ്ട, അതൊരു ചോദ്യമാണ്, അത് സാന്ദർഭികമായ ചോദ്യം. തെറ്റായ നിലക്ക് ഓതുന്നവരെ വോട്ട് കേട്ടാൽ സുജൂദ് ചെയ്യണോ ചെയ്യണ്ട? ഓനവരെ സജദയുടെ ആയത്ത് ഓതിയിട്ടില്ല. ഇപ്പൊ വസ്ജുദ് വഖ്തരിബ് ഇതല്ല ഇപ്പൊ സജദയുടെ ആയത്ത്. നമ്മളെ കൂട്ടായി അബൂബക്കർ ചോദിച്ച നല്ലൊരു ചോദ്യമാണ്. വസ്ജുദ് വഖ്തരിബ് ഓതി. ഖാഫാണ്. വഖ്തരിബ് അള്ളാഹുവിലേക്ക് നീ അടുക്കുക, അത് ഖാഫാണ്. അപ്പോൾ അത് വസ്ജുദ് വഖ്തരിബ് ഓതി. അല്ലെങ്കിൽ വസ്തുത് വക്ക് ത്വാരിബ്, പുല്ലില്ല താ ഉച്ചരിക്കേണ്ടേടത്ത് എന്താക്കി ത്വാ ഉച്ചരിച്ചു. അപ്പൊ യഥാർത്ഥത്തിൽ ഓന് എന്ത് ഓതിയിട്ടില്ല? സജദയുടെ ആയത്തോന് ഓതിയിട്ടില്ല. ഓന് ഖുർആനില് വസ്തുത് വക്ക് തരിബ് എന്നൊരാള് ഖാഫ് ഉച്ചരിക്കേണ്ടേടത്ത് ഖാഫ് ഉച്ചരിക്കേണ്ടേടത്ത് കാഫ് ഉച്ചരിച്ചാൽ ഓന് യഥാർത്ഥത്തിൽ അവരെന്തായിട്ടില്ല? ഖുർആൻ ഓതിയിട്ടില്ല. അപ്പൊ അതിനെന്തും വേണ്ട, നമ്മൾ സജദയുടെ ആയത്തോല അല്ല സുജൂദ് ചെയ്യാനും പോവണ്ട. മസല അങ്ങനെ തന്നെയാണ്. ഓന് ഓതുന്നത് ശരിയാവണം. ഓത്ത് ഖുർആനിലെ സജദയുടെ ആയത്തോന് ഓതണം. അത് കേട്ടാലേ നമുക്ക് സുജൂദ് ചെയ്യൽ സുന്നത്താവുകയുള്ളൂ. അപ്പൊ നമ്മൾ ഈ മസല പറഞ്ഞ് പൂർത്തിയാവട്ടെ. ഒരു അന്യ പുരുഷന്റെ മുമ്പിൽ അന്യ സ്ത്രീ ഇരുന്ന് ഉറക്കന ഖുർആൻ ഓതുക. പക്ഷെ അങ്ങനെ ഒരു സ്ത്രീ ഖുർആൻ ഓതുന്നത് കേട്ട് എന്നെ ശ്രദ്ധിച്ചോളിട്ടോ. ഇപ്പോ ഞാന് എന്റെ വീട്ടില് ഉമ്മയ്യാനുണ്ട്, ആ പാവത്തെ ഒന്ന് കുറ്റം പറയാം. വേറൊരു അന്യ പുരുഷൻ എന്റെ വീട്ടിൽ ഇരിക്കുന്നുണ്ട്. നല്ല മസല ശ്രദ്ധിച്ചോളി. ഒരു അന്യ പുരുഷൻ എന്റെ വീട്ടിൽ ഓഫീസ് റൂമൊന്നുമില്ല, ഡൈനിങ് ഹാളിൽ ഇരിക്കുന്നുണ്ട്. അതിലെ ഉമ്മയ്യ അകത്തുനിന്ന് ഇങ്ങനെ ഉറക്കണ ഖുർആൻ ഓതുക. നല്ല ഇങ്ങനെ മണി ആയിട്ട് ഇങ്ങനെ ഓതുകയാണ്. ആ ഓതുന്നത് ഹറാമാണ്. ആ ഓതുന്നതിന്റെ ഇടയിൽ ഒരു സജദയുടെ ആയത്ത് ഉമ്മയ്യാൻ ഓതുന്നത് ഈ ഡൈനിങ് ഹാളിൽ ഇരിക്കുന്ന അന്യപുരുഷൻ കേട്ടു. സുജൂദ് സുന്നത്താണ്. എന്റെ അപ്പൊ നിങ്ങൾക്ക് ഒരു ഇഷ്കാല് വരും. എന്താ ഇഷ്കാല്? ഉസ്താദെ, നാത്ത വലിയ അശുദ്ധിക്കാരൻ ഓതല് ഹറാമാണ്, അതുകൊണ്ട് വലിയ അശുദ്ധിക്കാരൻ സജദയുടെ ആയത്ത് ഓതുന്നത് കേട്ടാൽ സുജൂദ് ചെയ്യൽ സുന്നത്തില്ല എന്ന് പറഞ്ഞു.
ഇവിടെ ഉമ്മു റയ്യാൻ നല്ല ശബ്ദത്തോടു കൂടെ പുരുഷനെ അവലിലേക്ക് ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ ഖുർആൻ ഓതുക, അത് ഹറാമല്ലേ? സംഗതി ഹറാമാണ്. ഇവിടെ ഈ ഉമ്മു റയ്യാൻ ഖുർആൻ ഓതല് ഹറാമില്ല. പിന്നെ ഇവിടെ ഇത് ഹറാമാവാൻ കാരണം ഒരു പുതിയ കാരണം കൊണ്ട് ഹറാമായതാണ്. അതായത് ഈ ഓത്ത് ഒരു അന്യപുരുഷൻ കേൾക്കാൻ കാരണം വരുന്നു, ആ നിലക്കെന്ത് ചെയ്തതാണ്? ഹറാമ് വന്നതാണ്. അല്ലാതെ എന്തല്ല, ഈ അന്യപുരുഷൻ ഈ വീട്ടിൽ ഇല്ലായിരുന്നുവെങ്കിൽ, ശ്രദ്ധിക്കണം, ഈ അന്യപുരുഷൻ ഈ വീട്ടിൽ ഇല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഉമ്മു റയ്യാന്റെ ശബ്ദം കേൾക്കുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നുവെങ്കിൽ അങ്ങനെ ഉറക്കണ ഓതൽ ഹറാമുണ്ടോ? ഇല്ല. ഒരു അന്യസ്ത്രീ ഉറക്കണ ഖുർആൻ ഓതി ഒരൊറ്റ പുരുഷന്മാരും കേൾക്കില്ല എന്ന് 100% ഉറപ്പാ. ആ ഉറപ്പുള്ള സന്ദർഭത്തിൽ ഒരു സ്ത്രീ ഉറക്കണ ഖുർആൻ ഓതൽ ഹറാമില്ല. അപ്പൊ ഇവിടെ ഈ ഹറാമ് വരാൻ കാരണം ബിദ്അത്ത് ഹറാമല്ല. എന്താണ്? പിന്നെ അന്യപുരുഷൻ കേൾക്കാനുള്ളൊരു കാരണം വന്നു, ആ നിലക്കാണ് ഹറാമ് വന്നത്. അപ്പൊ അവിടെ ഒരു അന്യ സ്ത്രീ അന്യപുരുഷൻ കേൾക്കുന്ന രൂപത്തില് ഉറക്കനെ ഖുർആൻ ഓതുകയും ആ ഖുർആൻ ഓതൽ അങ്ങനെ ഉറക്കന ഓതൽ ഹറാമാണെങ്കിലും ആ ഓത്തിന്റെ ഇടയിൽ ഈ അന്യപുരുഷൻ ഒരു സജദയുടെ ആയത്ത് ഈ അന്യസ്ത്രീ ഓതുന്നത് കേട്ടാൽ അവിടെ കേട്ടവന് സുജൂദ് സുന്നത്താണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വലിയ അശുദ്ധിക്കാരൻ ഖുർആൻ ഓതൽ ഹറാമാണ്. എന്ത് പിടിക്കുമ്പോൾ സുജൂദ് ചെയ്യാമാണ്. എന്താ ഇങ്ങനെ ചോദിച്ചത്? മനസ്സിലായിട്ടുണ്ടാവുമല്ലേ? അതായത് വലിയ അശുദ്ധിക്കാരൻ സുജൂദ് അല്ല ഖുർആൻ ഓതൽ ഹറാമാണ്. അന്യ സ്ത്രീ എന്ത് ചെയ്യാ? അന്യപുരുഷന്മാർ കേൾക്കുന്ന രൂപത്തിൽ ഒരു ഫിത്ന ഭയപ്പെടുന്ന രൂപത്തിൽ ഉറക്കനെ ഖുർആൻ ഓതൽ ഹറാമാണ്. പക്ഷേ അന്യ സ്ത്രീ അന്യപുരുഷന്മാരുടെ മുമ്പിൽ വെച്ച് ശബ്ദമുയർത്തി ഖുർആൻ ഓതുമ്പോൾ സജദയിലെ ആയത്ത് കേട്ടാൽ തിലാവത്തിന്റെ സുജൂദ് സുന്നത്താണ്. വലിയ അശുദ്ധിക്കാരൻ ഖുർആൻ ഓതുമ്പോൾ സജദയിലെ ആയത്തോതിയാൽ സുജൂദ് ചെയ്യൽ സുന്നത്തുമില്ല. രണ്ടും ഹറാമല്ലേ? പക്ഷെ ഈ രണ്ട് ഹറാമും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? അന്യ സ്ത്രീ ഓതുമ്പോ ഹറാമാവാൻ കാരണം അത് പുരുഷൻ അവിടെ ഉണ്ടായി എന്നതുകൊണ്ടാണ് ഹറാമായത്. നേരെ മറിച്ച് എന്താണ്? വലിയ അശുദ്ധിക്കാരൻ അത് മറ്റൊരു കാരണമില്ല, ഇവന്റെ ദാത്തിയായിട്ടു തന്നെ ഓന് വലിയ അശുദ്ധിക്കാരനാണ് എന്ന നിലക്കു തന്നെ അവിടെ ഖുർആൻ ഓതൽ എന്താണ്? ഹറാമാണ്. ഇതാണ് അവ തമ്മിലുള്ള വ്യത്യാസം. അതായത് ഞാൻ ഒരുപാട് ഇഷ്കാലുകൾ ഇങ്ങനെ സാധാരണക്കാർക്ക് വരുന്നുണ്ട്. ഞാൻ ഈ 10 ഷർത്ത് പൂർത്തിയാക്കിയതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. അപ്പൊ 8ാമത്തെ ഷർത്ത് അതാണ്. ഇനി 9ാമത്തെ ഷർത്ത് എന്താ? ഈ സൂറത്ത് ഓതുന്നതും അതായത് ഒരേ സമയത്ത് ഒരാളിൽ നിന്നാവണം. അത് മനസ്സിലാക്കണം. 9ാമത്തെ ഷർത്ത് ഒരേ സമയത്ത് ഒരാളിൽ നിന്നാവണം. അപ്പലേ സജദയുടെ സൂറത്തോടും ആയത്തോടുമ്പോൾ തിലാവത്തിന്റെ സുജൂദ് സുന്നത്താവുമല്ലോ. ഞാനൊരു ഉദാഹരണം പറയാം. വസ്തുദ് വഖ്തരിബൻ നിർത്തോലി. ഉദാഹരണം പറയാം. ഞാൻ വസ്തുദ് ഓതി, അപ്പൊ ലത്തീഫ് വായക്കാട് വഖ്തരിബൂന്ന് ഓതി. അതാര് കേട്ടു? കൂട്ടായി അബൂബക്കറാജി കേട്ടു. ഇവിടെ സുജൂദ് സുന്നത്തില്ല. മനസ്സിലായില്ല? നമ്മൾ 9ാമത്തെ ഷർത്ത് മനസ്സിലാക്കണം. ഒരേ സമയത്ത് ഒരാളിൽ നിന്ന് എന്താവണം? ഈ ആയത്തോത്ത് വരണം. അപ്പൊ രണ്ടാള് കൂടിയിട്ട് ഒരു സജദയിലെ ആയത്തോതി. ഇങ്ങനെ രണ്ടാള് ഓതുന്നത് ഒരാള് കേട്ടു, അവരെ സുജൂദ് സുന്നത്തില്ല, പകുതിച്ചോതി. അങ്ങനെ തന്നെ. അപ്പൊ ഞാനിങ്ങനെ വസ്തുദ് ഓതി, അപ്പോ വേറാള് വഖ്തരിബിന് ഓതി പൂർത്തിയാക്കി. ഞാൻ വസ്തുദ് ഓതുന്നതും മറ്റൊരാള് വഖ്തരിബിന് ഓതുന്നതും കൂട്ടായി അബൂബക്കറാജി കേട്ടു, അല്ലെങ്കിൽ വേറാള് കേട്ടു. സംഗതി മറ്റേ ആള് കേട്ടവൻ എന്തായിട്ടുണ്ട്? സജദയുടെ ആയത്ത് ഓതുന്നത് പൂർണ്ണമായും കേട്ടിട്ടുണ്ട്. പക്ഷെ രണ്ടാളിൽ നിന്ന് പകുതിന്നില്ല, കുറച്ച് രണ്ടാളിൽ നിന്നായിട്ടാണ് കേട്ടത്. അവരെ കേട്ടാൾക്ക് എന്ത് സുന്നത്തില്ല?
തിലാവത്തിന്റെ സുജൂദ് സുന്നത്തില്ല. ഈ എനിക്കും തിലാവത്തിന്റെ സുജൂദ് സുന്നത്തില്ല. കാരണം ഞാൻ ആയത്ത് പൗതിയെ ഓതിയിട്ടുള്ളൂ. ലത്തീഫ് വായക്കാത് മൂപ്പർക്കും തിലാവത്തിന്റെ സുജൂദ് സുന്നത്തില്ല. മൂപ്പരും പൗതിയെ ഓതിയിട്ടുള്ളൂ. മനസ്സിലായോ? ഷർത്ത് തിരിയാതെ പോകരുത്. മസ്അല നമ്മൾ സാധാരണക്കാർക്ക് പലപ്പോഴും ഒരു ഷർത്ത് പറയുമ്പോ ഇങ്ങനത്തെ സന്ദർഭം അധികം ഉണ്ടാവൂല. പക്ഷെ എന്നാലും ഒരു മസ്അലയുടെ ഷർത്ത് പറയുമ്പോ അത് പൂർണ്ണമായും തിരിയണം. മനസ്സിലായവരൊക്കെ അനുസരിക്കും. അപ്പോ ഒരേ സമയത്ത് എന്താവണം? ഒരാളിൽ നിന്ന് ഇത് സംഭവിക്കണം. അപ്പലേ സുന്നത്താവൂല. ഇനി പത്താമത്തെ ഇനി അങ്ങനെയാവാം. ഇനി എന്താ ഒരാൾ എന്താക്കി? അങ്ങനെ പോയി. ഞാൻ വേറെ ഏതോ വൈക്ക് പോയി. ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്ന് വക്കത്തരിബൂന്ന് ഓതി. വക്കത്തരിബൂന്ന് ഓതി. ഇവരും എന്തില്ല, ഒരേ സമയത്ത് ഒരാളിൽ നിന്ന് എന്ന കാര്യം ഒത്തിട്ടില്ല. ഒന്നും കൂടി ഞാൻ പറയുന്നു. ആദ്യം പറഞ്ഞത് 2 കോലം പോലെ മസ്അലയിൽ 2 കോലം വരുന്നുണ്ട്. ഒരേ സമയത്ത് ഒരാളിൽ നിന്നാകുക, അപ്പലേ തിലാവത്തിന്റെ സുജൂദ് സുന്നത്താവുകയുള്ളൂ. 2 ആള് കുറേശ്ശെ ഓതുന്നത് ഒരാള് കേട്ടാൽ ആ കേട്ടാൾക്ക് തിലാവത്തിന്റെ സുജൂദ് സുന്നത്തില്ല. ഈ 2 ആൾക്കും തിലാവത്തിന്റെ സുജൂദ് എന്തില്ല? സുന്നത്തില്ല. ഇനി ഒരാളിൽ നിന്നാണ് കേട്ടത്, പക്ഷെ 2 സമയത്തായി. ഞാൻ വസ്തുതൂന്ന് ഓതി, എന്നിട്ട് ഞാൻ പോയി. ഞാൻ കുറേ നേരം മിണ്ടാതിരുന്ന് കുറെ കഴിഞ്ഞിട്ട് ഞാൻ വക്കത്തരിബൂന്ന് ഓതി. അപ്പൊ എന്തായി? ഇതൊരാൾ കേട്ട്. ഞാൻ ആദ്യം വസ്തുതു എന്ന് ഓതുന്നതും പിന്നെ ഈ കെലിമത്തുകളുടെ ഇടയിലുള്ള തുടർച്ച മുറിയുന്ന രൂപത്തിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ഈ ആയത്തിന്റെ ബാക്കി ഓതി. എന്നിൽ നിന്ന് തന്നെ ഫുള്ള് ഓതുന്നത് വേറൊരാള് കേട്ടു, പക്ഷേ ഒരേ സമയത്ത് ആയില്ല എന്ന നിലക്ക് ആ കേട്ട ആൾക്ക് സുന്നത്തില്ല. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാ. അപ്പൊ ഞാനൊരു ആയത്തോതി, ഉദാഹരണം പറയാ, ഇപ്പൊ വലിയ കുറച്ചുംപാടെ നീളം കൂടിയ ഒരു സജദയുടെ ആയത്താ. ഞാനത് പകുതി ഓതി. അപ്പോഴേക്ക് പെട്ടെന്ന് എനിക്ക് ഓത്ത് നിർത്തി കുറച്ചു സമയം ഓതാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഞാൻ ഈ ഓതുന്നത് ഒരാളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനത് കുറെ കഴിഞ്ഞ് വന്നിട്ട് അതിന്റെ ബാക്കി ഓതി. അപ്പോഴും ഇതിന്റെ ബാക്കി മറ്റൊരാൾ കേട്ടു. അങ്ങനെയൊക്കെ സാന്ദർഭികമായി സംഭവിച്ചേക്കാം. പക്ഷേ ഒരാളിൽ നിന്ന് കേട്ടു, പക്ഷേ ഒരേ സമയത്ത് ആയില്ല. അപ്പൊ നമ്മൾ സജദയുടെ സുജൂദ് ആയത്തോതുമ്പോൾ തിലാവത്തിന്റെ സുജൂദ് ഓതുന്നവർക്കില്ല, വിട്ടുപിരിയാൻ പാടില്ല. അങ്ങനെ നീ പറഞ്ഞത് മുവാലാത്ത് ഷർത്താണ്. ഓതുന്ന ആൾക്കും അങ്ങനെ തന്നെയാണ് അതിന്റെ വിധി. ഞാൻ അത് 10ാമത്തെ ഷർത്ത് പറയുമ്പോ കൂടുതൽ നിങ്ങൾക്ക് തിരിയും. ഞാൻ വസ്തുതന്ന് ഓതി, എന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് എന്താക്കി? കുറെ കഴിഞ്ഞിട്ടാണ് ഞാൻ വക്കത്തരിബൂന്ന് ഓതുന്നത്. എന്നാൽ എനിക്കും എന്തില്ല? സജദയുടെ സൂറത്ത് അവിടെ സുന്നത്തില്ല. എന്തായില്ല? ഒരാളിൽ നിന്നായി, ഒരേ സമയത്തായില്ല. കേൾക്കുന്നവനും അങ്ങനെ തന്നെ. ഒരാളിൽ നിന്ന് കേട്ടു, പക്ഷെ ഒരേ സമയത്ത് കേട്ടില്ല. ഈ 2 നിബന്ധനയും വെക്കണം. അപ്പൊ അതാണ് 9ാമത്തെ ഷർത്ത്. ഇനി 10ാമത്തെ ഷർത്ത് എന്താ? ഇത് ആയത്ത് ഓതിയതിന്റെയും സുജൂദിന്റെയും ഇടയിൽ എന്ത് ചെയ്യാ? സമയം ദീർഘിക്കാതിരിക്കുക. ഒരാള് വസ്തുത വക്കത്തരിബ് ഇങ്ങനെ ഓതി, എന്നിട്ട് ഓൻ പറഞ്ഞു ഉമ്മയ്യാനെ ഒരു കട്ടൻ ചായ കൊണ്ടുവരാനാ പറഞ്ഞു. കട്ടൻ ചായക്കിങ്ങനെ കുറിച്ച് എല്ലാം കഴിഞ്ഞ് ഓന് ചുരുങ്ങിയത് ഒരു 2 റക്അത്ത്, ചുരുങ്ങിയ നിലക്ക് 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം കഴിഞ്ഞു. അതോടുകൂടി സുജൂദിന്റെ സമയം നഷ്ടപ്പെട്ടു. ഓന് സുജൂദൊക്കെ ഇങ്ങനെ സൂറത്തൊക്കെ ഓതി അവിടെ വെച്ച് ഓനൊക്കെ ഒന്ന് ആക്കം പോലൊക്കെ ഒന്ന് പോയി ഓന്റെ എല്ലാ പണിയും കഴിഞ്ഞു വന്ന് എന്താക്കി? ഓൻ പിന്നെ സുജൂദ് ചെയ്യാ. അങ്ങനെയില്ല. അപ്പൊ ആയത്ത് ഓതിയതിന്റെയും സുജൂദിന്റെയും ഇടയിൽ ചുരുങ്ങിയ നിലക്ക് 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം, അത്രയും സമയത്തിന്റെ ഇടയിൽ വിട്ടുപിരിക്കാൻ പാടില്ല. അപ്പൊ എന്തോ വെച്ചു? ഇപ്പൊ നമ്മളിങ്ങനെ കാണാതെ ഇരുന്ന് ഖുർആൻ ഓതുകയാണ്. അപ്പൊ ഒലുല്ല. കാണാതെ ഇരുന്ന് ഖുർആൻ ഓതുകയാണ്. ഒലുണ്ടായിരുന്നില്ല, ഒലുല്ലാതെ കാണാതെ ഇരുന്ന് ഓതുകയാണ്. പെട്ടെന്ന് ഓത്തിന്റെ ഇടയിൽ ഒരു സൂറത്തിലേക്ക് പ്രവേശിച്ചു, സജദയുടെ ആയത്ത് ഓതി. അപ്പൊ ഒലുല്ല.
പെട്ടെന്ന് ഒലുണ്ടാക്കി വന്നു. ചുരുങ്ങിയ നിലയ്ക്ക് 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം കഴിയുന്നതിനു മുമ്പ് പെട്ടെന്ന് ഒലുണ്ടാക്കി വന്നു. വേഗം സുജൂദ് ചെയ്തു, കുഴപ്പമില്ല. അപ്പോ എന്തു പറ്റൂല? പിന്നെ ഇനിയിപ്പോ ഓടാൻ കൂടിയില്ല. ഇനിയിപ്പോ നേരത്തെ മുമ്പ് ഒരാൾ ചോദിച്ചൊരു മസലയാണ് അത്. നമ്മളിപ്പോ ആയത്തോതി അപ്പൊ അവനിക്ക് സുജൂദ് ചെയ്യാൻ സമയം കിട്ടിയില്ല. പിന്നെ ഓന് കുറെ കഴിഞ്ഞിട്ട് ഈ ആയത്ത് ഓതിയതിനു പകരം കുറെ സമയം കഴിഞ്ഞിട്ട് സുജൂദ് ചെയ്യുക, അങ്ങനെ ഒരു മസലയില്ല. തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ അത് ഖളാ ആവും. പിന്നെ ആ സുജൂദ് എന്താവില്ല, ഖളാ വീട്ടപ്പെടുന്ന പ്രശ്നവും ഇല്ല. അപ്പൊ മനസ്സിലായോ? പോയാ? ഹലോ, എന്റെ ശബ്ദം കേൾക്കുന്നില്ല. അപ്പൊ ഞാൻ ഇൻഷാ അല്ലാഹ് ഒന്നുകൂടിയാണ് ഒരു നിങ്ങൾ സാധാരണക്കാരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവാൻ വേണ്ടി ഒന്നുകൂടി ഇനി 4 ഫർളുണ്ട് ട്ടോ. നിസ്കാരം അല്ലാത്തപ്പോൾ, അതാണ് എല്ലാ സാധാരണക്കാരും ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ ഇപ്പൊ ഏകദേശം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ നിസ്കാരം അല്ലാത്ത സമയത്ത് സജദയുടെ ആയത്ത് ഓതുമ്പോ അവിടെ 4 ഫറലുകൾ പാലിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ഒരു സമയത്ത് പറയാം. അപ്പൊ തിലാവത്തിന്റെ സുജൂദ്, സജദയിലെ ആയത്തോതുമ്പോ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുക. ആ തിലാവത്തിന്റെ സുജൂദിന്റെ ഷർത്തുകൾ 10 5 ഷർത്തുകൾ ഏതു തന്നെയാണ്? നിസ്കാരത്തിനു സാധാരണ നമ്മൾ പറയുന്ന 5 ഷർത്ത്. 6ാമത്തെ ഷർത്ത് എന്താണ്? ഖുർആൻ ആ ആയത്ത് പൂർണ്ണമായും ഓതുക, അല്ലെങ്കിൽ പൂർണ്ണമായും ഓതുന്നത് കേൾക്കുക. 7ാമത്തത് മയ്യത്ത് നിസ്കാരത്തിൽ ആവാതിരിക്കുക. 8ാമത്തത് ശറഅാക്കപ്പെട്ട നിലക്ക് മഖ്സൂദൻ നിലക്ക് ഉദ്ദേശപ്രകാരം ഓതുക. അപ്പൊ തത്ത പോലോത്തത്, ടേപ്രിക്കാത്, റെക്കോർഡ് പോലോത്തതൊക്കെ ഒഴിവായി. 9ാമത്തത് ഒരേ സമയത്ത് ഒരാളിൽ നിന്ന് ആയിത്തീരുക. അപ്പോ 2 ആളിൽ നിന്ന് കേൾക്കുന്ന സമയം, അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് തന്നെ 2 സമയത്തായിട്ട് കേട്ടു. ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊന്നും സൂറത്ത് സജദയിൽ ആയത്തോതിയാൽ തിലാവത്തിന്റെ സുജൂദ് സുന്നത്താവുകയില്ല. 10ാമത്തെ ഷർത്ത് എന്താണ്? ആയത്ത് ഓതിയതിന്റെയും സുജൂദ് ചെയ്യുന്നതിന്റെയും ഇടയിൽ ചുരുങ്ങിയ നിലക്ക് 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം കൊണ്ട് വിട്ടുപിരിക്കാതിരിക്കുക. അപ്പൊ ആയത്ത് ഓതി ചുരുങ്ങിയ നിലക്കുള്ള 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം കഴിഞ്ഞാൽ അവരുടെ സുജൂദിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു. ആ സുജൂദ് പിന്നെ ചെയ്യൽ സുന്നത്തില്ല. പിന്നെ അത് ഖളാ വീട്ടലും എന്തില്ല, സുന്നത്തില്ല. ഇനി നിസ്കാരം അല്ലാത്ത സമയത്ത്, അതാണ് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടത്. നിസ്കാരം അല്ലാത്ത സമയത്ത് ഒരാൾ സുജൂദ് ചെയ്യുകയാണെങ്കിൽ ഈ 10 ഷർത്തും പാലിക്കണം. പുറമെ 4 ഫറലുണ്ട്. 4 ഫറല് പല സാധാരണക്കാരും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വിധേയമാക്കിയപ്പോ എല്ലാരും ചെയ്യുന്നു വേങ്ങനെ സാധാരണ നമ്മൾ ഹത്തമ് തീർക്കുകയാണ് നിസ്കാരം അല്ലാത്തപ്പോൾ. ഖുർആൻ ഓതുമ്പോ ഇന്നത് സജദയുടെ ആയത്താണെന്ന് പലവർക്കും അറിയാം. പക്ഷെ പലവരും നേരെ സുജൂദിലേക്ക് അത് പോവാണ്. പക്ഷെ പോരാ, തിലാവത്തിന്റെ സുജൂദ് ചെയ്യല്ലേ ഞാൻ കരുതി എന്ന് നിയ്യത്ത് വെച്ചിട്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലണം. അപ്പൊ നമ്മൾ നിസ്കാരം അല്ലാത്തപ്പോഴാണ് പറയുന്നത്. നിസ്കാരത്തിൽ മസ്അല വേറെയാണ്, നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാമെന്ന് സാധാരണക്കാരോട് പ്രത്യേകിച്ചു പറയുന്നു. അപ്പൊ അവിടെ 4 ഷർത്തിൽപ്പെട്ട ഒരു ഷർത്താണ് നിയ്യത്ത്. സുജൂദ് ചെയ്യലിനെ ഞാൻ കരുതിന്ന് മാത്രം കരുതിയാ പോരാ, തിലാവത്തിന്റെ സുജൂദ് ചെയ്യലിനെ ഞാൻ കരുതി എന്ന് നിയ്യത്ത് വെക്കണം. പിന്നെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലണം. പിന്നെ സുജൂദ് ചെയ്യണം. പിന്നെ സലാം വീട്ടുകയും വേണം. ഈ 4 ഫറലും സുജൂദ് ചെയ്യൽ വരുന്നുണ്ട്. ആ ഇരുന്നു കൊണ്ടാവാം, ഇരുന്നിട്ടും ആവാം, നിന്നിട്ടും ആവാം. നിക്കലൊന്നും സുന്നത്തില്ല. തിലാവത്തിന്റെ സുജൂദ് ചെയ്യുമ്പോ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലാൻ വേണ്ടിയിട്ട് നിക്കല് സുന്നത്തില്ല. ഇനി ഒരാൾ നിന്നോന്ന് വെക്കുക, കുഴപ്പമില്ല. ഇരുന്നിട്ടും ആവാം. അപ്പോ നമ്മൾ സാധാരണ ഇങ്ങനെ ഇരുന്നിട്ട് ഖുർആൻ ഓതുകയാണ്. അപ്പൊ സാധാരണ നമ്മൾ സുജൂദ് നിലത്ത് സുജൂദ് ചെയ്യാൻ വയ്യാത്ത ആൾക്കാർ കസാലയിൽ ഇരുന്നിട്ട് സുജൂദ് ഉണ്ടല്ലോ, അത് പോരാ.
എന്തുവാ? ഓനിക്ക് സാധാരണ നിസ്കാരത്തിൽ സുജൂദ് ചെയ്യുമ്പോൾ എന്തെല്ലാം ഷർത്തുകളും സുന്നത്തുകളും പാലിക്കണമോ അതെല്ലാം പാലിക്കണം. അത് ഇൻഷാ അല്ലാഹ് സമയം ഒരുപാടായിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാൻ ഇവിടെ ഒരു മിനിറ്റ് കൂടിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. കടന്നാൽ ഒരു ഒപ്പും കത്തിക്കാൻ കൂടൂല. ഈ സമയത്ത് എന്റെ ക്ലാസ് കേട്ട KMICയുടെ ശ്രോതാക്കളോട് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സജദയുടെ ആയത്ത് ഓതുമ്പോ തിലാവത്തിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ആ സുന്നത്ത് പാലിക്കേണ്ട 10 ഷർത്തുകൾ പറഞ്ഞു. ഇനി നിസ്കാരം അല്ലാത്തപ്പോൾ സുജൂദ് ചെയ്യുമ്പോ ഇൻഷാ അല്ലാഹ് 4 ഫർളുകൾ പാലിക്കാനുണ്ട്. ഇനി നിസ്കാരത്തിലാണെങ്കിൽ മഅ്മൂമാകുമ്പോ അതിന്റെ വിധി വേറെയാണ്. ഒറ്റക്ക് നിസ്കരിക്കുന്നവനും ഇമാമുമാകുമ്പോ അതിന്റെ വിധി വേറെയാണ്. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ നിസ്കാരം തന്നെ ബാത്തിലാകും. കാരണം ചിലപ്പോൾ നമ്മൾ ഇമാമൊക്കെ എന്ത് ചെയ്യും, സൂറത്തോതിയിട്ട് നേരെ സുജൂദിക്ക് പോകും. ഈ സുജൂദിനെ പറ്റിയൊരു പുതുത്തല്ലെങ്കിൽ ചില വിവരമില്ലാത്ത മൗമൂമിങ്ങൾ എന്ത് മനസ്സിലാക്കും? ഇവിടെ ഇമാമിന്റെയൊക്കെ പേച്ചോ ഇങ്ങനെ ഒരു തിലാവത്തിന്റെ സുജൂദെന്നും വിവരമില്ലാത്ത മൗമൂമിങ്ങൾ എന്ത് ചെയ്യും? ഇമാമ റുക്കോയ് ചെയ്യാതെ ഓർമ്മയില്ലാതെ സുജൂദിലേക്ക് പോയോന്നൊക്കെയുള്ള ധാരണ കാരണം സുജൂദിലേക്ക് പോവാതെ അവരെ സുബ്ഹാനല്ല ചൊല്ലിയിട്ട് നെലും വിലും കൂടിയിട്ട് മനുഷ്യന്മാരെ ഇടങ്ങളാക്കുന്നൊക്കെയും പല സാധാരണക്കാരും കാണാം. അതുകൊണ്ട് KMICയുടെ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത്, നമ്മൾ ഇമാമും ജമാഅത്തൊക്കെ ആയി നിസ്കരിക്കുമ്പോ ഇത്തരം മസാലകളും സുന്നത്തുകളൊക്കെ ഓർമ്മ ഉണ്ടാവുമ്പോഴേ നമ്മുടെ നിസ്കാരം ബാത്തിലാവാതെ കഴിച്ചിലായി കിട്ടുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഷർത്ത് മാത്രം പറഞ്ഞു. ഇനി ഇതിന്റെ ഒരുപാട് ഉപചോദ്യങ്ങൾ ഇങ്ങനെയുണ്ട്. ഇക്കാര്യങ്ങൾക്ക് എന്തൊക്കെ ചോദ്യങ്ങളാണ് ഈ വിഷയത്തിൽ ഉണ്ടാവുകയെന്ന് എനിക്കറിയാം. അത് ഇൻഷാ അല്ലാഹ് ഫർളുകൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ കടന്നുവരും. ഞാൻ ഇന്ന് ഉംറയുടെ വിഷയത്തിലേക്ക് കടക്കാതിരിക്കാൻ കാരണം നമ്മുടെ മൗലിദ് കഴിഞ്ഞ് അബുവാസിം ഉസ്താദിന്റെ ക്ലാസ്സിനാകെ 10 മിനിറ്റുള്ളൂ. അപ്പൊ അത് ഖിറാഅത്തുമായി ബന്ധപ്പെട്ടൊരു വിഷയം 1-2 ദിവസം മുന്നേ നമ്മളൊക്കെ ഖത്തം ഓതി പൂർത്തിയാക്കുന്നവരാണ്. പക്ഷേ ഖത്തം ഓതി പൂർത്തിയാക്കുന്നവർ തന്നെ സുജൂദിന്റെ കാര്യം പരിഗണിക്കുന്നില്ല. ഇനി സുജൂദ് ചെയ്യുന്നവർ തന്നെ അതിന്റെ ഷർത്തും ഫർളുകളും പാലിക്കാതെ പോകുന്നുണ്ട്. ആ ചർച്ചയിലേക്ക് കടന്നു. ഏതായാലും ഇവിടെ ബാങ്ക് കൊടുത്തു. ഇനി മൈക്കയിലേക്ക് ഇപ്പോ ഭക്ഷണം കഴിച്ച് ചോറ് കഴിക്കലല്ല, നിസ്കാരം കഴിഞ്ഞ മുമ്പ് ഏതായാലും ഇപ്പൊ ഇനി മൈക്കയിലേക്ക് ഇപ്പൊ വരൂല. ദുആ വസിയ്യത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാര് വളരെ ആ സുജൂദ് അറക്കിഞ്ഞ് ഇൻഷാ അല്ലാഹ് പറയാം. എന്ന് സാധാരണക്കാർ ഇത് ചെയ്ത് ജീവിതത്തിൽ ഇത്തരം സുന്നത്തുകളൊക്കെയും പകർത്തണം എന്ന് മാത്രം ഉണർത്തി ബാങ്ക് കൊടുത്തത് കൊണ്ട് തൽക്കാലം മൈക്ക വിടുന്നു. ആരെങ്കിലും ഒന്ന് മൈക്കയിലേക്ക് വന്നാൽ ഉപകാരമായിരിക്കും. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും. ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന കാര്യങ്ങൾ, ഒരു മനുഷ്യന് ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം നമുക്ക് ഉസ്താദ് പറഞ്ഞു തരുന്നുണ്ട് ഫിഖിന്റെ ക്ലാസ്സിൽ. എത്രയോ സാധുക്കൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ട്. അൽഹംദുലില്ലാ, എത്രയോ റേഡിയോ ശ്രോതാക്കൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്. അവരൊക്കെ സന്തോഷം അറിയിക്കുന്നുണ്ട്, ഉസ്താദിനും മറ്റുള്ള അഡ്മിൻസിനൊക്കെ. അൽഹംദുലില്ലാ, റബ്ബ് സുബ്ഹാനഹു വ തആല ആഫിയത്തിൽ ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഉസ്താദിന്റെ ജോലിയിൽ ഇൽമിൽ അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ഇനി ഒരുപാട് കാലം നമ്മോടൊപ്പം ക്ലാസ്സുകളും ഒരുമിക്കാനും നമുക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാനും നമുക്കൊക്കെ നല്ല നല്ല ഉപദേശങ്ങൾ നൽകാനും റബ്ബ് സുബ്ഹാനഹു വ തആല ഉസ്താദിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുപോലെ അത് കേട്ടിരിക്കുന്ന എത്രയോ റേഡിയോ ശ്രോതാക്കളെ, സഹോദരിമാരുണ്ട്, ഉമ്മമാര്, സഹോദരങ്ങൾ എത്രയോ പേരുണ്ട്. അവർക്കെല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല അർഹിക്കുന്ന പ്രതിഫലം നൽകുമാറാകട്ടെ. കേൾക്കുന്ന വിഷയങ്ങൾ അത് പഠിച്ച് ഹൃദയത്തിൽ കരസ്ഥമാക്കി അതനുസരിച്ച് അമൽ ചെയ്യാൻ അവർക്കും നമുക്കും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അബൂ സാദിഖ് ഉസ്താദിന്റെ ക്ലാസിന്റെ ടൈമാണ്. ഉസ്താദ് എത്തിയിട്ടില്ല. 11 മണിക്കാണ്. അബൂ സാദിഖ് ഉസ്താദ് ഡെസ്കിലുണ്ടാ? അബൂ സാദിഖ് ഉസ്താദിന്റെ ക്ലാസിന്റെ ടൈമാണ് ഇനിയിപ്പോ. ഉസ്താദ് വരും, എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പൊ എപ്പോഴും നമ്മൾ വേണ്ടത് നമ്മൾ ഉസ്താദ്മാർക്ക് വേണ്ടി ദുആ ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് ആഫിയത്ത് കൊടുക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ ദുആ ചെയ്യുക. അവരെ നമുക്ക് കിട്ടിയൊക്കെ വലിയൊരു അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് നമ്മുടെ അബൂറയ്യ ഉസ്താദ് നമ്മുടെ ഈ ക്ലാസ് റൂമിന് കിട്ടിയത് തന്നെ വലിയൊരു നിഅമത്താണ് അല്ലേ. ഉസ്താദ് കാരണം എത്രയോ പേർക്ക് അൽഹംദുലില്ലാ ജീവിതത്തിൽ ചെയ്യുന്ന അമലുകൾ ശരിയായ രീതിയിൽ ചെയ്യാൻ സാധിച്ചു അല്ലേ. ഇത്രയും വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യുക. അതുപോലെ നമ്മുടെ തജ്വീദ് ക്ലാസിന്റെ
അബു ഹാസിം ഉസ്താദും അബ്ദുൽ മജീദ് സൊക്കാഫ് ഉസ്താദും 2 തജ്വീദ് ക്ലാസ് നമുക്ക് കിട്ടാറ്. അവരൊക്കെ നമ്മൾ ക്ലാസ്സിൽ വന്നുകൊണ്ട് നമുക്ക് ക്ലാസ് എടുത്തു വരുമ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ പരിശുദ്ധ ഖുർആൻ ഓത്ത് അത് ശരിയായ രീതിയിൽ ഓതാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എല്ലാവരും ഇത് എപ്പോഴും നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ക്ലാസ് റൂമിൽ എപ്പോഴും നിങ്ങൾ ഇരിക്കുക, സമയമുള്ളുമ്പോഴൊക്കെ ജോലി അല്ലാത്ത ടൈമിലൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ ഒന്ന് ഇരുന്നു കൊണ്ട് അത് കേൾക്കാൻ നമ്മൾ ശ്രമിക്കണം. അതുപോലെ ഇത് കേൾക്കാൻ കഴിയാത്തവർ നമ്മുടെ സൈറ്റിൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടുകയാണ്. അബൂ ഹുറൈറ ഉസ്താദിൻ്റെ ക്ലാസ്സും അതുപോലെ തജ്വീദിൻ്റെ തഫ്സീറിൻ്റെ എല്ലാ കാര്യപ്പെട്ട ക്ലാസ്സുകളും നമ്മുടെ സൈറ്റിൽ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കേൾക്കാൻ സാധിക്കും. അതിന് ലിങ്കൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവർക്ക് കൂടി അത് കേൾക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണം. എന്നാൽ മാത്രമേ അവർക്ക് കൂടി അത് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. എത്രയോ പേര് ഇന്ന് മൊബൈലിൽ അതുപോലെ കമ്പ്യൂട്ടറിലും വാട്സപ്പും അതുപോലെ ഫേസ്ബുക്കും അതുപോലെ മറ്റുള്ള ഇതുമായിട്ട് ജീവിതം തള്ളി നീക്കുന്ന എത്രയോ സുഹൃത്തുക്കളുണ്ട്. അവർക്കൊക്കെ ഇതുപോലത്തെ ക്ലാസ്സുകൾ കിട്ടിക്കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ഇബാദത്ത് അത് ശരിയായ രീതിയിൽ ചെയ്യാൻ അവർക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്നത് അവർക്ക് ചെയ്തു കൊടുക്കണം. അവർ മൊബൈലിൽ ലിങ്ക് ആയാലും അതുപോലെ അത് ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഒക്കെ അത് അയച്ചു കൊടുത്താൽ അവർക്ക് കൂടി ഇത് പഠിക്കാൻ സാധിക്കും. അതിന് നമ്മളെല്ലാവരും ഒരുങ്ങണം. റബ്ബ് സുബ്ഹാനഹു വ തആല അത് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കിനി അബൂ സാജിദ് ഉസ്താദ് വരുന്നവരെ ലൈവായിട്ട് കൊണ്ടുപോകാൻ ഉസ്താദ്മാരയിലുണ്ടോ? ഇല്ല, ഇൻഷാ അല്ലാഹ്. എല്ലാവരും ദുആ ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ പകർത്താൻ എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാട്ടെ ദുആ ചെയ്യാണ്. അപ്പോഴത്തെ റെക്കോർഡ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ റെക്കോർഡിട്ടാണ് ഞാൻ പോയത്. വന്ന് നോക്കുമ്പോൾ റെക്കോർഡിങ്ങിലാണ് കിടക്കുന്നത്. അതിനിടയ്ക്ക് മൈക്ക പോയെന്ന് അറിയില്ല. ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ സൈറ്റിൽ ഇൻഷാ അല്ലാഹ് നാളായിട്ട് നമ്മുടെ സൈറ്റിൽ കിട്ടത് എല്ലാ ഉസ്താദിൻ്റെ എല്ലാ കാര്യപ്പെട്ട എല്ലാ ക്ലാസ്സുകളും നമ്മുടെ സൈറ്റിലുണ്ടാവും. മുന്നത്തതും ഇപ്പോഴത്തതും എപ്പോഴും നമ്മൾ അത് ആ ക്ലാസ്സുകൾ കേൾക്കണം. ഉസ്താദിൻ്റെ ക്ലാസ്സൊക്കെ നമ്മൾ എത്ര പഠിച്ചാലും മറന്നു പോകും. മുന്നൊക്കെ കേട്ടത് എപ്പോഴും മറന്നിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമുള്ളവർക്കെല്ലാം നമ്മുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. www.sunniyoonlineclass.com എന്ന സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കേൾക്കാവുന്നതാണ്. അത് മൊബൈലിൽ നിങ്ങൾ അത് അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ എവിടെ അടിക്കുന്ന അബു അയ്മൻ അടിച്ചാൽ അത് അല്ലെങ്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും എല്ലാ ക്ലാസ്സുകളും. അതുപോലെ കാര്യപ്പെട്ട നാട്ടിൽ നടക്കുന്ന ലൈവുകളും. അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ്. അപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.